ഞങ്ങളൊക്കെ ഇതിനേക്കാൾ വലിയ ഫ്ലഡ് കണ്ടവരാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലഡ് കണ്ടവനാണ് ഞാൻ. 75,000 പേരെ ക്യാമ്പിൽ എൻ്റെ നിയോജകമണ്ഡലത്തിലും അത്രയും പേരെ നിയോജകമണ്ഡലത്തിന് പുറത്തും ക്യാമ്പിൽ താമസിപ്പിച്ച ആളാണ്. ആദ്യത്തെ 3 ദിവസം ഒരു മണി അരി പോലും വരാതെ എറണാകുളത്തെയും കൊടുങ്ങല്ലൂരിലെയും മാർക്കറ്റിൽ നിന്ന് കടം മേടിച്ച് സാധനങ്ങൾ കൊടുത്ത ആളാണ് ഞാൻ. ആദ്യത്തെ ദിവസത്തെ 2 ദിവസത്തെ ഭക്ഷണത്തിനും ഉള്ള സാധനങ്ങളെല്ലാം തന്നത് പള്ളിക്കാരുമാണ്. അല്ലാണ്ട് MLAയുടെ ഭാഗത്തു നിന്നൊന്നും വലിയ ഒരു ഇതൊന്നും നമുക്കുണ്ടായിട്ടില്ല. ഇത്ര ആളുകൾ ഇത്രയും ബുദ്ധിമുട്ടി കിടക്കല്ലേ, ഒന്ന് വന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ക്യാമ്പെല്ലാം പിരിച്ചുവിട്ടതിന് ശേഷമാണ് MLA വന്നത്. അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്നദ്ധ പ്രവർത്തകരായ മലപ്പുറം ജില്ല, അങ്ങനെ വടക്കുന്നുള്ള ജില്ലകളിൽ നിന്നുള്ള ആളുകളടക്കം ഈ തെക്കുന്നുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്യണോ MLA നേരത്തെ പറഞ്ഞു നീ പോടാന്നല്ലേ പറഞ്ഞു. ആ പറഞ്ഞോ ഇവിടെ ഒരുപാട് ആൾക്കാരിപ്പുണ്ട്. അത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേകത, ഈ കാര്യങ്ങൾ ഭാവനയിൽ പറയാൻ നല്ല കഴിവുണ്ടെന്നുള്ളതാണല്ലോ. അതാണ് ചിലപ്പോൾ നുണാന്ന് പറയുന്നത്. പലരും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇതിലിപ്പം അദ്ദേഹത്തിൻ്റെ ഭാവനക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ നടക്കട്ടെ, അത് നല്ലത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ജനങ്ങളെല്ലാവരും വിലയിരുത്തുന്നുണ്ട്. അത് അദ്ദേഹം കാണാതിരിക്കരുത്. വന്ദേമാതരം മുഴുവനായിട്ട് ചൊല്ലുക എന്നുള്ളത് RSSന്റെ നയമാണ്, RSSന്റെ അജണ്ടയാണ്. അതിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുന്ന അവസ്ഥ ഇവിടുത്തെ ഗവൺമെൻറ് കാണിച്ചു. വ്യാപക വിമർശനം അതിനെതിരെ ഉയർന്നു. ആ വിമർശനം നിലനിൽക്കുകയാണ് ഇപ്പോൾ വീണ്ടും വന്ദേമാതരത്തിന്റെ പ്രശ്നം വന്നിട്ടുള്ളത്. ഈ ഫെഡറൽ സംവിധാനത്തിനുള്ളിൽ BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്. BJP അല്ലല്ലോ കോൺഗ്രസ്, അല്ലെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടി വന്നാൽ പ്രതിഷേധത്തോടെ ചെയ്യാം. ഒരു പ്രതിഷേധവും പോലും ഇല്ലാതെ ആലപിച്ചോളെന്ന് പറഞ്ഞ് ഉത്തരവിറക്കണം. കഴിഞ്ഞ തവണ വന്ദേമാതരം നമ്മൾ ആലപിച്ചത് മുഴുവൻ ആലപിച്ചില്ലായിരുന്നല്ലോ. പുതിയ സിറ്റുവേഷൻ എന്താ എനിക്കറിയില്ല. ഉത്തരവിട്ടെന്ന് നിങ്ങളാണല്ലോ പറയുന്നത്. ഞാൻ പരിശോധിക്കും. ഈ മഴക്കാലത്തെ ദുരിതക്കയമാക്കിയതിൽ വലിയ കൈ ഈ സർക്കാരിൻ്റെതാണ്. എന്നിട്ടോ ഭാവന പറഞ്ഞ് ഉഴുതുമറിക്കലും. മത്സ്യത്തൊഴിലാളികളെയും കടലിൻ്റെ മക്കളെയും ഏതാണ്ട് അപമാനിച്ച് തള്ളിക്കളഞ്ഞു. മറുകൈയിൽ നേരത്തെ VD സതീശൻ കരുതി വെച്ച സംഘപരിവാർ മനസ്സ് പതിയെ പതിയെ പ്രകടിപ്പിച്ചു തുടങ്ങുകയാണ്, അല്ലെങ്കിൽ കാട്ടിത്തുടങ്ങുകയാണ്. ഗോൾവർക്കറിൻ്റെ മുന്നിൽ കുമ്പിട്ട് തിരികൊളുത്തിയ ആ മനസ്സ് നേരത്തെ കാട്ടിയതാണ്, നമ്മൾ കണ്ടതാണ്. ഇപ്പോഴോ ഭരണത്തിൽ ആ കാവ്യവൽക്കരണം തുടരുന്നു. വടക്കൻ ജില്ലകളിൽ കുഞ്ഞു മനസ്സുകളെ സ്വാധീനിക്കുന്ന തരത്തിൽ VD സവർക്കറെ മഹത്വവൽക്കരിക്കുന്നു. ദേശീയ കോൺഗ്രസിൻ്റെ നയത്തിന് വിപരീതമായി വന്ദേമാതരം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഴുവനായി ചൊല്ലി ഇപ്പോഴിതാ ചീഫ് സെക്രട്ടറി വഴി തിട്ടൂരവും. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് കൂടി മുഴുവനായി വന്ദേമാതരം ചൊല്ലണം. രാഹുൽ ഗാന്ധി മോദി കൂട്ടാളി എന്ന് വിളിച്ച അദാനിക്ക് വേണ്ടി സ്വന്തം നേതാക്കളുടെ കുടുംബാംഗങ്ങളെപ്പോലും സ്ഥലം മാറ്റി വൈര്യനിര്യാതന ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നു. KSUക്കാരെയും KPCC സെക്രട്ടറിയെയും കാണാതെ സംഘപരിവാർ പക്ഷത്തെ കൊടിയ വർഗീയവാദികളെ ഓഫീസിൽ കാണുന്നു. എങ്ങോട്ടാണ് സതീശൻ സവർക്കറുടെ വഴിയെ കേരളത്തെ തെളിക്കുന്നത്? കോൺഗ്രസ് ജയിക്കുമ്പോൾ BJP ഭരിക്കുന്ന നാടായി കേരളം മാറ്റുകയാണോ സതീശൻ? നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: M ശിവപ്രസാദ്, SFI, മുൻ MLAയും CPIM നേതാവുമായ PP ചിത്തരഞ്ജൻ ടെലിഫോണിൽ, അഡ്വക്കേറ്റ് N ലാൽകുമാർ, ഇടതു നിരീക്ഷകൻ, കോൺഗ്രസ് വക്താവ് മഞ്ചവിളാകം ജയൻ, അഡ്വക്കേറ്റ് മഞ്ചവിളാകം ജയൻ. ആദ്യം ശ്രീ മഞ്ചവിളാകം ജയനിലേക്ക്, കോൺഗ്രസ് വക്താവിലേക്ക്. ശ്രീ മഞ്ചവിളാകം ജയൻ, നേരത്തെ തന്നെ പല വിധത്തിലും ആക്ഷേപമുണ്ട്. ഒന്ന്, ഈ പ്രളയത്തിൽ വലിയ ഗുരുതരമായ, അല്ലെ പ്രളയം എന്ന് പറഞ്ഞുകൂടാ, പ്രളയ സമാനമായ ചെറിയൊരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ വലിയ ഗുരുതരമായ വീഴ്ച.
മത്സ്യത്തൊഴിലാളികളെയും കടലിൻ്റെ മക്കളെയും തീരദേശത്തെയും ഒക്കെ പൂർണ്ണമായി അവഗണിക്കുകയും അവരൊക്കെ വേദനയോടുകൂടി തെരുവിലെത്തേണ്ടി വരുന്ന അവസ്ഥ, ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അടിപടലെ പരാതികൾ മാത്രം പറയേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതോടൊപ്പമാണ് ഈ സംഘപരിവാർ വൽക്കരണവും. വന്ദേ മാതരം മുഴുവനായി ചൊല്ലണമെന്ന് ചീഫ് സെക്രട്ടറിയുടെ തിട്ടൂരമെത്തുമ്പോൾ അത് ആര് പറഞ്ഞിട്ടാണ്? സതീശൻ എന്ന മുഖ്യമന്ത്രി അറിയാതെ നടക്കുമോ? സ്വാഭാവികമായും സംഘപരിവാർ വൽക്കരണം എന്ന ആരോപണം കേവല ആരോപണമല്ല, അത് വസ്തുതയാണെന്ന് ബോധ്യപ്പെടുത്തുന്നു അനുനിമിഷം. ജിംഷ, നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ ബില്ലിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വന്ദേ ഭാരതം പൂർണ്ണമായി വായിക്കണം എന്നുള്ള ആ ഓർഡറിന്റെ കോപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഡെമി ഒഫീഷ്യൽ ലെറ്ററാണ്. കേന്ദ്രത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറി കിട്ടുകയും ചീഫ് സെക്രട്ടറി അത് വകുപ്പുകളിൽ കൈമാറിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സർക്കാർ ഒരു തീരുമാനമെടുത്തിട്ടില്ല. സർക്കാർ ഇതിനകത്ത് ഒരു തീരുമാനമെടുത്ത് പൊതുജനങ്ങൾ അറിയിച്ചിട്ടുമില്ല. കേന്ദ്രത്തിൽ നിന്ന് വന്ന ആ ഓർഡർ, ആ സെബി ഓർഡർ ലെറ്റർ, അത് സ്വാഭാവികമായും ഗവർണർ ലോക്ഭവനിലാണ് വരിക. അത് ചീഫ് സെക്രട്ടറിക്ക് വന്നു. ചീഫ് സെക്രട്ടറി അത് സംബന്ധിച്ച് ഇന്ന് വളരെ വ്യക്തമായി തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പലരും പറഞ്ഞു കഴിഞ്ഞു. അത്തരത്തിലൊരു തീരുമാനം അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, കേരളത്തിലെ UDF സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് ആദ്യത്തെ ചരണം മാത്രം വായിക്കുക എന്നുള്ളതാണ്, പാടുക എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, നിയമസഭാ സത്യപ്രതിജ്ഞ നടന്നപ്പോ അവിടെ മുഴുവൻ ചരണവും വായിച്ചു. അതിന് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ മറുപടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്രതീക്ഷിതമായി വായിച്ചു, നമ്മളെല്ലാം സാക്ഷിയായി. പക്ഷെ അത് ഒരു തീരുമാനം വന്നില്ലായിരുന്നു. ഇപ്പോ കേന്ദ്രം നിയമമായി പാർലമെന്റ് പാസ്സാക്കിയിരിക്കുക, തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് സ്റ്റാറ്റ്യൂട്ടായി മാറിയിരിക്കുകയാണ്. സ്റ്റാറ്റ്യൂട്ട് ആണെങ്കിൽ പോലും അത് കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. ഇന്ന് വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി എന്താ പറഞ്ഞത്? അത് കേന്ദ്ര സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും UDF തീരുമാനിച്ചിട്ടുള്ള, UPA തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ആദ്യ ചരണങ്ങൾ വായിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്തായാലും ഒരു കാര്യം, അതിനകത്ത് ഒരു 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 നമുക്ക് നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ട് എടുക്കേണ്ട സമയമായിട്ടില്ല. സർക്കാർ അത് തീരുമാനമെടുത്തിട്ടില്ല. വന്ന സർക്കുലർ ചീഫ് സെക്രട്ടറി പുറത്തുവിട്ടു എന്ന് മാത്രം. പക്ഷെ അതിൽ മുഴുവനായി ചൊല്ലണമെന്നാണ്. ഇപ്പോൾ ബില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഴുവനായി ചൊല്ലിയതോ അത് തന്നെ തുടരുന്നു. വന്ദേ മാതരത്തെ അനാദരവോടുകൂടി കാട്ടരുത് എന്നതാണ് ആ ബില്ലിൻ്റെ നിയമത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇവിടെ വന്ദേ മാതരം ആദ്യത്തെ ഈരടികൾ, ആദ്യ സ്റ്റാൻസകൾ വായിക്കുന്നതിന് പ്രശ്നമില്ല, അല്ലെങ്കിൽ പാടുന്നതിന് പ്രശ്നമില്ല. കോൺഗ്രസിൻ്റെ ദേശീയ നയം പോലും അതിനെതിരാണ്, അതിനപ്പുറത്തേക്ക് ചൊല്ലുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഇത്തരത്തിൽ ചീഫ് സെക്രട്ടറി ഒരു ഉത്തരവിറക്കുന്നത്. തദ്ദേശങ്ങൾക്കത് കൈമാറുകയും ചെയ്തു. ഞാൻ തിരിച്ചു ചോദ്യം ചോദിക്കുകയാണ്. LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഇത് പാടാതിരിക്കാൻ കഴിയുമോ? അങ്ങനെ നിയമം വന്നാൽ UDF തീരുമാനമെടുത്തിട്ടില്ല. ഞാൻ ആദ്യമേ വ്യക്തമായി പറയും. ഞാൻ ചോദിച്ചത് LDFന്റെ തദ്ദേശത്ത് പാടുമോ ഇല്ലയോ എന്നുള്ളതല്ല. ചീഫ് സെക്രട്ടറിക്ക് എങ്ങനെയാണ് ഈ സർക്കാരിന്റെ നയത്തിന് അപ്പുറത്തേക്ക് ഒരു കാര്യം ചെയ്യാനാകുന്നത്? അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഗുരുതര പ്രശ്നമാണത്. അല്ല, ചീഫ് സെക്രട്ടറി സ്വാഭാവികമായും ലോക്ഭവനിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഒരു നോട്ടീസ്, സർക്കുലർ അത് പൂഴ്ത്തിവെക്കാൻ പാടില്ലല്ലോ. അത് പുറത്തുവിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് പറഞ്ഞത്, സെമി ഒഫീഷ്യലാണത്. അത് പുറത്തേക്ക് ലോക്ഭവനാണോ ഭരിക്കുന്നത്? വളരെ വ്യക്തമായി ഞാൻ ആവർത്തിച്ച് പറയുന്നു, UDF അതിനകത്തൊരു തീരുമാനമെടുത്തിട്ടില്ല. യു കെൻ സി, വെയിറ്റ് ആൻഡ് സി. അതിനകത്തൊരു തീരുമാനമെടുത്തിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്താ പറഞ്ഞത്? എനിക്കറിയില്ലെന്നാണ്. ഞങ്ങൾക്കറിയില്ല. പ്രധാനപ്പെട്ട വകുപ്പ് ഒരു കൂട്ടുത്തരവാദിത്വമല്ല ഈ വിഷയത്തിൽ. ഇത്ര ഗൗരവമായ ഒരു കാര്യം തദ്ദേശ വകുപ്പുകൾക്ക് കൈമാറിയ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് സംബന്ധിച്ച് സർക്കാരിനറിയില്ല. സർക്കാർ തീരുമാനമെടുക്കാതെ ഗവർണറുടെ ഇഷ്ടപ്രകാരം അയച്ചതാണ്. പിന്നീട് എന്താണ് ഇതിനകത്ത് ആഭ്യന്തരമന്ത്രിക്ക് അറിവില്ല. എന്താണിത്? ഒരു കൂട്ടുത്തരവാദിത്വമില്ലേ ഒരു സർക്കാരിന്? ഇതാണോ ഭരണം? കൂട്ടുത്തരവാദിത്തത്തിന്റെ പ്രശ്നമല്ല. ഇവിടെ സെമി ഒഫീഷ്യൽ ലെറ്റർ ആണ്. അത് വന്നപ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിന്റെ ഓർഡറാണ്. ചീഫ് സെക്രട്ടറി അത് പുറത്തുവിട്ടു. അതിന്മേൽ സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല അമിത്ഷാ. അതിനകത്ത് സർക്കാർ തീരുമാനം എടുത്തെങ്കിൽ അമിത്ഷാ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ പാർട്ടിയുടെ വക്താവ് എന്നുള്ളത് ഞാൻ പറയാൻ ബാധ്യസ്ഥനാണ്.
അതിനകത്തൊരു തീരുമാനം സംസ്ഥാന തലത്തിൽ UDF എടുത്തിട്ടില്ല. നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനം വളരെ വ്യക്തമായി കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്, ആദ്യ ചരണം പാടുക എന്നുള്ളത് മാത്രമാണ്. അതാണ് ഞാൻ കൂട്ടിച്ചേർക്കുന്നു. ഇടതുപക്ഷത്തെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇത് പാടുമോ? തിരിച്ചൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് ഇത് പാടുകയില്ല എന്ന് പറയുന്നു. പക്ഷേ ഇതേ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഉള്ളപ്പോഴാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഴുവനായി പാടിയത്. അന്ന് ഗവർണറുടെ ലോക് ഭവൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ചീഫ് സെക്രട്ടറി അയച്ചതും അത് ലോക് ഭവൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പറയുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് മുൻ സർക്കാരിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നു. ഈ സർക്കാരിന് ഒരു ബാധ്യതയുമില്ല, ഒരു കാര്യങ്ങളുമില്ല. ഇതാണ് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല്ലവി. അതാണ് ഇവിടെ ആവർത്തിക്കുന്നത്. ഞാൻ ശ്രീ മഞ്ചവളാകത്തിലേക്ക് തിരിച്ചെത്താം. എം ശിവപ്രസാദ്, ഈ പറയുന്ന വിശദീകരണം, അതായത് കേന്ദ്രം ലോക്സഭയിലും രാജ്യസഭയിലും ഒരു ബില്ല് പാസ്സാക്കുന്നു, അത് നിയമമാകുന്നു, അത് സർക്കാർ വഴി നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യത്തിൽ ഈ സർക്കാരിനോ നയത്തിനോ അതിനകത്തൊരു ഉത്തരവാദിത്വമില്ല. അത് ലോക് ഭവൻ്റെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി അയച്ചതാണ്. ഇതാണ് ഇവരുടെ വിശദീകരണം. അത് അംഗീകരിക്കാവുന്നതാണോ? യഥാർത്ഥത്തിൽ ഈ ചർച്ച കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ വാചകങ്ങൾ കേരളം മുഴുവൻ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നത് വളരെ നന്നായിരിക്കും. എനിക്കറിയില്ല അദ്ദേഹത്തിന് എവിടെ നിന്നാണ് വിവരം കിട്ടിയെന്ന്, അതിൻ്റെ സോഴ്സ് അദ്ദേഹമാണ് വെളിപ്പെടുത്തേണ്ടത്. പക്ഷേ സ്വാഭാവികമായി കോൺഗ്രസിൻ്റെ വക്താവ് എന്ന നിലയിൽ ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ബന്ധപ്പെട്ട അധികാരിയിൽ നിന്നോ ലഭിച്ച വിവരം അനുസരിച്ചാണ് അദ്ദേഹം ഈ ചർച്ചയിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വാചകം വളരെ ശ്രദ്ധിച്ച് നമ്മളെല്ലാവരും കേൾക്കേണ്ടത് ഈ ചർച്ചയുടെ ഗതിയെന്ന് മാത്രമല്ല, ഈ വിവാദത്തിൻ്റെ ഗതി തന്നെ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന വാചകമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉത്തരവ് ലോക് ഭവനിലേക്ക് വരുന്നു, ലോക് ഭവനിൽ വന്ന ഉത്തരവ് ചീഫ് സെക്രട്ടറിക്ക് വരുന്നു. അത്രയും വന്നത് സ്വാഭാവികമായി രാജ്യത്തെ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. ലോക് ഭവനിൽ നിന്നൊരു ഉത്തരവ് ചീഫ് സെക്രട്ടറിക്ക് വന്നാൽ, ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെക്കാൾ വളരെ പ്രായം കുറഞ്ഞ ആളാണ്, അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്, അല്ലെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരാണ് കാര്യം പറയേണ്ടത്. അങ്ങനെ ഒരു ഉത്തരവ് ചീഫ് സെക്രട്ടറിക്ക് വന്നാൽ കൺസേൺഡ് ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ ആ ഉത്തരവ് താഴേക്ക് ഫോർവേഡ് ചെയ്യും എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും കരുതാൻ കഴിയുമോ? അങ്ങനെയാണ് വീണ്ടും കോൺഗ്രസ് പ്രതിനിധി വാദിക്കുന്നതെങ്കിൽ ലോക് ഭവനാണോ സെക്രട്ടേറിയറ്റിലാണോ കേരളത്തിൻ്റെ ഭരണം ഇന്ന് നടക്കുന്നതെന്ന് ആദ്യം കോൺഗ്രസ് പ്രതിനിധി വ്യക്തമാക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് സംസ്ഥാന മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അറിയാതെ ഇങ്ങനൊരു കത്ത് താഴേക്ക് പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്ങനെ ഈ കത്ത് പോയത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചീഫ് സെക്രട്ടറി മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി തദ്ദേശ സ്ഥാപന അഡീഷണൽ സെക്രട്ടറിക്ക് ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. എന്താ ഉത്തരവ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അക്ഷരം പ്രതി അനുസരിക്കണമെന്നും ഈ വരുന്ന സ്വാതന്ത്ര്യ ദിനത്തിൽ മുഴുവൻ കേന്ദ്രങ്ങളിലും ഈ വന്ദേ ഭാരതം മുഴുവനായി ആലപിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിരിക്കുക. എന്താ വന്ദേ ഭാരതത്തിൻ്റെ ബില്ലാണല്ലോ അദ്ദേഹം കോട്ട് ചെയ്തത്. ബില്ലിൽ വന്ദേ മാതരം എല്ലാ പരിപാടികളിലും പാടണം എന്നാണോ ബില്ലിനകത്ത് പറയുന്നത്? അല്ലല്ലോ. ബില്ല് വന്ദേ മാതരത്തിനോട് അനാദരവ് കാണിക്കരുതെന്നും വന്ദേ മാതരം പാടുന്നത് തടസ്സപ്പെടുത്തും, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ, അതാണ് ഭേദഗതി ചെയ്യപ്പെട്ട നിയമം. വന്ദേ മാതരം നിർബന്ധമായി പാടണം എന്ന ബില്ലിൽ എവിടെയാണ് നിർദ്ദേശിക്കുന്നത്? അങ്ങനെ നിർദ്ദേശിക്കാത്തടുത്ത് സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ് ഒരു നിർദ്ദേശം അയച്ചാൽ അത് സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണെങ്കിൽ ആ താല്പര്യത്തിന് വിരുദ്ധമായൊരു നിർദ്ദേശം എങ്ങനെ ചീഫ് സെക്രട്ടറി വഴി താഴേക്ക് പോകും? അപ്പോൾ ഇത് വളരെ വ്യക്തമല്ലേ? ഒന്നുകിൽ സംസ്ഥാനം ഭരിക്കുന്നത് ലോക് ഭവനാണെന്ന് കോൺഗ്രസ് സമ്മതിക്കണം, അല്ലെങ്കിൽ സംസ്ഥാനത്ത് ലോക് ഭവൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റെയും നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ അംഗീകരിക്കണം. ഈ രണ്ടിൽ ഏതാണ് കോൺഗ്രസ് വക്താവ് അംഗീകരിക്കുക എന്നുള്ളത് കൗതുകത്തോടെ കേരളം മുഴുവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒന്ന്. രണ്ട്, എന്താ കോൺഗ്രസ്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കാര്യം മാത്രമല്ലല്ലോ, വന്ദേ മാതരത്തിൻ്റെ കാര്യം മാത്രമല്ലല്ലോ, ഈ കേരളത്തിൽ കഴിഞ്ഞ 2 മാസം മാത്രം അധികാരം കിട്ടിയ ഒരു UDF ഗവൺമെൻറ് കാണിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാർ വൽക്കരണം ഏതൊക്കെ ഇടത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ ഒരു കാര്യം മാത്രം കോൺഗ്രസ് പ്രതിനിധി ഓർമ്മിപ്പിക്കാം. നിങ്ങൾ 3 സംസ്ഥാനങ്ങൾ രാജ്യത്തെ ഓർത്താൽ മതി. ഇന്ന് ഏതാണ്ട് 20ഓളം സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്നുണ്ട് രാജ്യത്ത്. 2014 അധികാരത്തിലെത്തിയ ശേഷം അധികാരത്തിൻ്റെ എല്ലാ കെട്ടുപാടുകൾ ഉപയോഗിച്ച്, എല്ലാ അധികാരത്തിൻ്റെ ശക്തിയും ഉപയോഗിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ മർക്കടമുഷ്ടി ഉപയോഗിച്ച് ഇടപെട്ട് പല ഗവൺമെൻറ്റുകളെയും വിലക്കെടുത്തും ഗവൺമെൻറ്റുകളെ സമ്മർദ്ദത്തിലാക്കിയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും എല്ലാം അധികാരം പിടിച്ചിട്ടുണ്ട്. പക്ഷേ 3 സംസ്ഥാനങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാം. ഒന്ന് മണിപ്പൂർ, ഒന്ന് ആസാം, മറ്റൊന്ന് അരുണാചൽ പ്രദേശ്. ഈ 3ഇടത്തെയും ഇന്നത്തെ മുഖ്യമന്ത്രിമാർ മുൻ കോൺഗ്രസ് നേതാക്കന്മാരാണ്. മണിപ്പൂരിലെ ബീരൻ സിംഗിനെ നിർഭാഗ്യവശാൽ അവർക്ക് ഒരുപാട് നാൾ കലാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എങ്ങനെ ഇവിടെല്ലാം BJP ഗവൺമെൻറ്റുകൾ വന്നത് വളരെ ശ്രദ്ധിച്ച് കേരളം കേൾക്കണം. ഈ 3 സംസ്ഥാനങ്ങളിലും
BJPക്ക് അഡ്രസ് ഉണ്ടാവാത്ത സംസ്ഥാനങ്ങളായിരുന്നു. അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി പേമ ഖണ്ഡു കോൺഗ്രസിൻ്റെ അവസാനത്തെ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാണ്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി BJPയിലേക്ക് പോയതല്ല കേട്ടോ. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി മുഴുവൻ MLAമാരുമായി BJPയിലേക്ക് പോയി BJP മന്ത്രിസഭ ഉണ്ടാക്കി. മണിപ്പൂരിൽ ബീരൻ സിംഗ് കോൺഗ്രസിൻ്റെ മുഴുവൻ MLAമാരുമായി പോയി അവിടെ BJP മന്ത്രിസഭ ഉണ്ടാക്കി. ആസാമിലെ ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് ഏറ്റവും ഭീകരമായി രാജ്യത്ത് വർഗീയ പറയുന്ന BJP മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്ന് ഇതുപോലെ രാജ്യത്തെ അദ്ദേഹത്തിൻ്റെ MLAമാരെ കോൺഗ്രസ് MLAമാരെ കൂട്ടിക്കൊണ്ടുപോയി BJP ഗവൺമെൻറ് ഉണ്ടാക്കി. എന്താ രാജ്യത്ത് നടക്കുന്നത്? എള്ളുണങ്ങി എണ്ണയാവുന്നത് പോലെ രാജ്യത്തെ കോൺഗ്രസ് പരിവർത്തനപ്പെട്ട് കോൺഗ്രസിൽ നിന്ന് BJP ആയിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ പരിവർത്തനത്തിന് ആരാണ് ഇന്ന് ഉത്തരം നൽകേണ്ടത്? ഈ പരിവർത്തനം അങ്ങ് മണിപ്പൂരിലും അരുണാചൽ പ്രദേശിലും നമ്മുടെ ആസാമിലുമൊക്കെ അല്ലേ എന്ന് ആശ്വസിച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഇരിക്കാൻ കഴിയുമോ? ഞാൻ വളരെ വിനീതമായി നിങ്ങളോട് ചോദിക്കുകയാണ്. ആസാമിൽ സംഭവിച്ചത്, മണിപ്പൂരിൽ സംഭവിച്ചത്, അരുണാചൽ പ്രദേശിൽ സംഭവിച്ചത്, രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ കോൺഗ്രസിൻ്റെ MLAമാർ കൂട്ടത്തോടെ കോൺഗ്രസിൽ ചെന്ന് ചേരുന്നത്, ആ ചേരുന്ന യാത്രയിലേക്കല്ലേ കേരളത്തിലെ കോൺഗ്രസ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, ഭീതിയോടെ ചോദിക്കുകയാണ് ഈ ചർച്ചയ്ക്കകത്തൊരു ഇടതുപക്ഷ പ്രതിനിധി നിലയിൽ. ആസാമിലും മണിപ്പൂരിലും അരുണാചൽ പ്രദേശ് സംഭവിച്ചത് നാളെ കേരളത്തിൽ ഇതാണ് ഗതിയെങ്കിൽ സംഭവിക്കില്ല എന്ന് കോൺഗ്രസിൻ്റെ വക്താവിന് ഹൃദയത്തിൽ കൈവച്ച് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ കഴിയുമോ? കഴിയാത്ത സ്ഥിതിയിലേക്ക് കേരളം പോകുന്നു. നിങ്ങൾ നോക്കി, ഈ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്ന 4 പ്രധാനപ്പെട്ട വിവാദങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഈ വന്ദേ മാതരം മുഴുവനായി പാടണമെന്ന ചീഫ് സെക്രട്ടറി ഉത്തരവ്. അതുമാത്രമാണോ? ഇതേ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ഉപജില്ലയിൽ ക്വിസ് നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുമ്പോൾ ആ ക്വിസിൻ്റെ ഭാഗമായി ചോദിച്ച ചോദ്യം എന്താ? ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഏറ്റവും കൂടുതൽ ശിക്ഷ വിധിച്ച സ്വാതന്ത്ര്യ സമര സേനാനി, ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടാണ് കേട്ടോ, സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരമായി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തത് മഹാത്മാഗാന്ധിയുടെ പേരല്ല, ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരല്ല, ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി അനേകായിരം വരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരല്ല, കോൺഗ്രസ് നേതാക്കന്മാരുടെ ആരുടെയും പേരല്ല, EMSഉം AKGയും ഉൾപ്പെടെയുള്ള കേരളത്തിലെ സമാദരണീയരായ സ്വാതന്ത്ര്യ സമരം, അവർ മുൻപ് കോൺഗ്രസ്സുകാരായിരുന്നു കേട്ടോ, അവരാരുമല്ല അവരുടെ ഉത്തരത്തിലുള്ളത്. അത് സാക്ഷാൽ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത് മാപ്പെഴുതി കൊടുത്ത VD സവർക്കർ ആകുമ്പോഴാണ് ഈ വിവാദത്തിൻ്റെ അർത്ഥവ്യാപ്തി എത്രത്തോളമാണെന്ന് നാം മനസ്സിലാക്കേണ്ടത്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. ഈ കേരളത്തിലെ നമ്മൾ ഉത്തർപ്രദേശിൽ മഹാത്മാഗാന്ധി എങ്ങനെ ആത്മഹത്യ ചെയ്തെന്ന ചോദ്യത്തെപ്പറ്റി ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഗുജറാത്തിൽ എങ്ങനെയാണ് മഹാത്മാഗാന്ധി വണ്ടി ഇടിച്ച് മരിച്ചതെന്ന ചോദ്യത്തെപ്പറ്റി വന്നപ്പോൾ അതിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ വധവും രാജ്യത്തിൻ്റെ ചരിത്രവും വക്രീകരിച്ച് അവതരിപ്പിക്കാൻ ശ്രമിച്ച സംഘപരിവാറിനെ പറ്റി ആശങ്കയോടെ ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടി ചർച്ച ചെയ്ത രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമായ കേരളത്തിൽ ഇതൊന്നും കേരളത്തിൽ നടക്കുന്നില്ലല്ലോ എന്ന ആശ്വാസത്തോടെ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തതാണ് ഇന്നലകളുടെ കേരളത്തിൻ്റെ ചരിത്രമെങ്കിൽ ഇന്ന് ഉത്തരേന്ത്യയിൽ, ഉത്തർപ്രദേശിൽ, ബീഹാറിൽ, രാജസ്ഥാനിൽ, ഗുജറാത്തിൽ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ആ സംഘപരിവാർ അജണ്ടയുടെ പുനരാവർത്തനം കേരളത്തിൽ നിശബ്ദമായി ഭംഗിയായി RSSന് വേണ്ടി കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. VD സവർക്കറെ നന്നായി വെള്ളപൂശി, ഏത് സാധാരണപ്പെട്ട കുഞ്ഞുങ്ങൾ, നമ്മുടെ ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുന്നിൽ VD സവർക്കർ മഹാത്മാഗാന്ധിയേക്കാൾ, അതാണ് പ്രശ്നം, മഹാത്മാഗാന്ധിയേക്കാൾ മഹത്തരനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് രാജ്യത്തെ ഒരു കോൺഗ്രസ് ഗവൺമെൻറ് പഠിപ്പിക്കുന്നിടത്തേക്ക് ഈ കേരളത്തിലെ അവിടെയും വിവാദം അവസാനിച്ചോ? ഇന്ന് നാം ഈ ചർച്ച ചെയ്യുന്ന അതേ പരിവസ്ഥിതിയിലാണ് BJP നേതാവായ ഒരു കാപ്പ കേസ് പ്രതിക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന അതേ വേളയിൽ കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തദ്ദേശ വകുപ്പിൻ്റെ കത്ത് തയ്യാറാക്കി ആഭ്യന്തര വകുപ്പിൽ കൊടുത്ത്, ആഭ്യന്തര വകുപ്പ് വഴി ജയിൽ വകുപ്പിൽ കൊടുത്ത്, ജയിൽ വകുപ്പിൽ നിന്ന് അവധിക്ക് അപേക്ഷ കൊടുത്ത് നഗരസഭയിലെ ഭരണം നഷ്ടപ്പെടുമായിരുന്ന BJPക്ക് കൈത്താങ്ങായി കേരളത്തിലെ UDF ഗവൺമെൻറ് വർദ്ധിച്ചത്. ഇതേ വേളയിലാണ് TG മോഹൻദാസ് എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ടൊരു നപുംസകത്തെ, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വൃത്തികെട്ടൊരു വർഗീയ നപുംസകത്തെ പുകഴ്ത്തുന്നതിന്, അവരെ സംരക്ഷിക്കുന്നതിന് അയാൾ നടത്തിയ ഏറ്റവും തീവ്രമായ വർഗീയ പ്രസംഗം, ഏറ്റവും ഭീകരമായ മ്ലേച്ഛമായ വിദ്യാർത്ഥികൾക്കെതിരെ നടത്തിയ വിദ്വേഷജനകമായ പ്രസംഗത്തിൻ്റെ പേരിൽ അയാളെ ഒന്ന് ചോദ്യം ചെയ്യാൻ, ഒരു അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിവില്ലാത്ത ഒരു ആഭ്യന്തര വകുപ്പിനെ സംസ്ഥാന ഗവൺമെൻറ് നമ്മൾ കാണുകയാണ്. ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പവർ കട്ടിൻ്റെ പേരിൽ വീഡിയോ എടുത്തൊരു പാവപ്പെട്ട മനുഷ്യനെ ഫോൺ പിടിച്ചു വാങ്ങി പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് നീ ഇനി ഫോൺ ഉപയോഗിക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി വിമർശിച്ചതിൻ്റെ പേരിൽ പറഞ്ഞ ആഭ്യന്തര വകുപ്പാണ് ഇത്രയും മ്ലേച്ഛമായ ഭാഷയിൽ രാജ്യത്തെ വിദ്യാർത്ഥി സമരത്തെ ആക്ഷേപിച്ച ഒരു പരമമഹാനെ, ഞാൻ നേരത്തെ പറഞ്ഞ നപുംസകത്തെ ഇന്ന് വാഴ്ത്തി കേരളത്തിനകത്ത് അരിയിട്ട് പൂജിക്കുന്നത്. ഈ വിവാദങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങൾ വായിക്കണം. ഈ വിവാദങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ്
സംഘപരിവാരത്തിന് ഒരു കരിയില കൊണ്ടേൽക്കുന്ന സ്പർശത്തിൻ്റെ വേദന പോലും ഉണ്ടാവാതിരിക്കാൻ എത്രത്തോളം ജാഗ്രത കേരളത്തിൽ കാണിക്കാമോ ആ ജാഗ്രത സസൂക്ഷ്മം കാണിക്കും. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്. ഞാൻ തിരിച്ചെത്താം ശ്രീ എം ശിവപ്രസാദ്, ഞാൻ തിരിച്ചെത്താം. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, അതായത് ഒരു കരിയില കൊണ്ട് പോലും സംഘപരിവാറിനെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലേക്ക് എല്ലാ സമീപനങ്ങളും വി ഡി സതീശൻ സർക്കാരിൻ്റേത് മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ മത്സ്യത്തൊഴിലാളികളെ പ്രളയത്തിൽ കരുതുന്നുമില്ല. ഇങ്ങനെ രണ്ട് വശങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായും എടുക്കുന്നത്. ശ്രീ ലാൽകുമാർ, നോക്കൂ, നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ശിവൻകുട്ടി ഇതേ ലോക് ഭവനിൽ ഏർപ്പെടുത്തിയ പല വിധത്തിലുമുള്ള ചടങ്ങിൽ നിന്ന് അവരുടെ നയത്തിനെതിരായ കാര്യങ്ങളായതുകൊണ്ട് മതേതരത്തിന് കോട്ടം വരുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇറങ്ങിപ്പോയി. പക്ഷേ ഇപ്പോൾ ഇന്ന് ഷംസുദ്ദീൻ എന്ന ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുകയാണ് ഇത്തരത്തിൽ ചീഫ് സെക്രട്ടറി ഒരു കത്തയക്കുന്നത് ലോക് ഭവൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന്. അപ്പോൾ ലോക് ഭവന് പൂർണ്ണമായും കീഴടങ്ങുന്നു ഈ വിദ്യാഭ്യാസ വകുപ്പും ഈ സതീശൻ സർക്കാരും. ഈ രണ്ടിനെയും ഒന്ന് താരതമ്യം ചെയ്യണ്ടേ ശ്രീ ലാൽകുമാർ? ഇവിടെ മഞ്ജുളാകം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കൗതുകകരമായി തോന്നി. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനങ്ങ് പറയുക. കേൾക്കാം. ഇവിടെ ഈ പുതിയ ആക്ടിനകത്തെ അമെൻമെൻറ്റ് വന്നില്ല, 1971 ആക്ടിലെ അമെൻമെൻറ്റിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊവിഷൻ അത് നാഷണൽ ഓണറിനെ ഇൻസൾട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. എന്നുവെച്ചാൽ ഈ പറയുന്ന നാഷണൽ ആന്തത്തിൻ്റെ സെയിം സ്റ്റേറ്റസോടുകൂടി നാഷണൽ സോങ്ങും വരുന്നു. അതിന് നമുക്ക് വിരോധമില്ല. അപ്പോൾ അമെൻമെൻറ്റ് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനെ പാരിറ്റിയിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. 3 വർഷം വരെ ശിക്ഷയാൻ തോന്നുന്നു. അതൊരു ക്രിമിനൽ ഒഫൻസാണ്. 3 വർഷം വരെ ശിക്ഷ കൊടുക്കാവുന്ന ഒരു കുറ്റമാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ കൂടുതലൊരു ഇൻഗ്രീഡിയൻറ്റ് അതിനകത്തില്ല. അത് മഞ്ജുളാകം പ്രാക്ടീസ് ചെയ്യുന്ന ലോയറാണ്, അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. ഒരു ആക്ടിൻ്റെ അല്ലെങ്കിൽ അമെൻമെൻറ്റിൻ്റെ പ്രൊവിഷന് മേളിൽ എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാൻ പറ്റുക? നോക്കൂ, നിങ്ങൾക്ക് ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് മഞ്ജുളാതിന് എന്നെക്കാട്ടിലും വൃത്തിയായിട്ട് അറിയാൻ കേട്ടോ. നിങ്ങൾക്കൊരു ആക്ട് കോൺടംപ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പിയർ ഉണ്ട്. ആ ആക്ട് കോൺടംപ്ലേറ്റ് ചെയ്തിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായി ഒരു ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റുക? അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ സ്റ്റേറ്റോ ആരാണോ ഇൻസ്ട്രക്ട് ചെയ്യപ്പെടുന്നവർ അവർ ഒബേ ചെയ്യേണ്ട കാര്യം എന്താണ്? നോക്കൂ, നിയമം വഴി സ്ഥാപിച്ച അല്ലെ ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇത് ഡ്യൂ പ്രോസസ് ആകത്തില്ല. കാര്യം ഈ ആക്ടിന് മേളിൽ നിന്നൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് ആദ്യത്തെ വശം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ഇങ്ങനൊരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അത് നമ്മൾ തിരിഞ്ഞു പോലും നോക്കേണ്ട കാര്യമില്ല. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. അവരവിടുന്ന് ഗവർണറെ ഇൻറ്റിമേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗവർണർ ഓഫീസിൽ നിന്ന് ഒരു കാര്യം വരുന്നു. ഇപ്പോൾ മഞ്ജുളാൻ ചോദിച്ച അടുത്ത ചോദ്യം എന്താ? നിങ്ങൾ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ നാഷണൽ സോങ് മുഴുവനായി പാടത്തില്ലേ എന്നുള്ളതാണ് അവിടുത്തെ വന്നൊരു ചോദ്യം. ഇങ്ങനെ വരികയാണെങ്കിൽ നോക്കൂ, നിങ്ങൾക്ക് അതാ പറഞ്ഞേ, ആക്ട് കോൺടംപ്ലേറ്റ് ചെയ്തിരിക്കുന്നതിനെക്കാട്ടിലും മേളിൽ ഒരു കാര്യം അവിടുന്ന് ഇൻസ്ട്രക്ഷൻ വരുമ്പം നിങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് താഴേക്ക് ഇത് കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല. നിങ്ങളിത് നോക്കൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ ഇൻസ്ട്രക്ഷൻ വന്നാൽ മാത്രമല്ലേ അവർ വായിക്കുന്നതിനെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങൾ അറിയത്തുള്ളൂ. അപ്പോൾ ചീഫ് സെക്രട്ടറിയും അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനവും താഴേക്ക് ഇത് കൊടുക്കാതിരുന്നാൽ പോരെ ഈ ഓർഡർ? ഇത് പാസ് ചെയ്തിരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഓർഡർ വന്നിട്ടില്ല എങ്കിൽ ഒരിക്കലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം ബേസിക്കലി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു ഓർഡർ അല്ല. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യത്തില്ലേ എന്ന് ചോദിച്ചാൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ക്യാബിനറ്റ് കൂടി ഒരു തീരുമാനം എടുക്കേണ്ട കാര്യം പോലും ഇല്ല. സത്യത്തിൽ അത് നടപ്പാക്കണ്ട എന്ന് പറഞ്ഞാൽ മാത്രം മതി. അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. അത് നിങ്ങൾക്കത് എന്തുകൊണ്ടത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ രാഷ്ട്രീയമായി നിങ്ങൾക്ക് ഒരു പാപ്പരത്വം സംഭവിച്ചിരിക്കുന്നു. അത് കുറച്ച് ദിവസങ്ങളായി നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ പൊസിഷൻ ഡൈല്യൂട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പം നമ്മൾ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ നിങ്ങൾ ഓപ്പൺലി നമ്മുടെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, നമ്മുടെ എല്ലാ മുഖ്യമന്ത്രിയാണല്ലോ, കേന്ദ്രത്തിനെതിരെ ഈ ഇൻസ്ട്രക്ഷൻ നമ്മൾ അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, കാരണം നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഇൻസ്ട്രക്ഷൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഞങ്ങളത് കംപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പരസ്യമായി കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം അദ്ദേഹത്തിന് അതിനുള്ള ഒരു ശക്തി ബലം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ ഇതിൻ്റെ ചരിത്രപരമായ ഒരു കാര്യം കൂടെ പറയേണ്ടതാണ്. ഞാൻ പല പ്രാവശ്യം ഇതിൻ്റെ ചരിത്രപരമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ വന്ദേ മാതരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബങ്കീമിൻ്റെ ഒരു ചിന്തയാണ്, ബങ്കീമിൻ്റെ പോയമാണുള്ളത്. ഇത് വലിയ രീതിയിൽ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകുകയും ഓരോരുത്തരും ഇത് വലിയ വലിയ ശക്തിയോടുകൂടി പറയുകയും ചെയ്തിട്ടുണ്ട്.
ഇതിനകത്ത് ഒരു പോയിന്റിൽ വന്നപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമര കാലത്ത് ഇതിനകത്ത് ദുർഗയെ പ്രൈസ് ചെയ്യുന്ന ഒരു കാര്യം വന്നു. ഈ ദുർഗയെ പ്രൈസ് ചെയ്യുന്നത് അതൊരു മതത്തിൻ്റെ അടിസ്ഥാനം ആയി എന്നുള്ളതാണ്. ബംഗാളിലെ ദുർഗയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇത് മതത്തിൻ്റെ അടിസ്ഥാനമായി കഴിഞ്ഞപ്പോഴത്തേനും മറ്റ് കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഇതിനകത്തൊരു ബുദ്ധിമുട്ട് വരികയും അവരിത് പാടുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉന്നയിക്കുകയും ചെയ്തു. ഇത് വളരെ രൂക്ഷമായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1937 കോൺഗ്രസ്സിലാണ്. ആ 37 ടാഗോർ പറഞ്ഞിട്ടാണ് ഈ പറയുന്നതിൻ്റെ മേളത്തെ സ്റ്റാൻസ മാത്രം ഉപയോഗിക്കുകയും താഴത്തെ ദുർഗയെ പ്രൈസ് ചെയ്യുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുകയും ചെയ്യുന്നത്. അത് ഇന്നത്തെ കോൺഗ്രസിൻ്റെ സ്റ്റാൻഡല്ല, സ്വാതന്ത്ര്യ സമരകാലത്തെ കോൺഗ്രസിൻ്റെ സ്റ്റാൻഡാണ്. ആ സ്വാതന്ത്ര്യ സമരകാലത്തെ കോൺഗ്രസിൻ്റെ സ്റ്റാൻഡിനെ ബ്രീച്ച് ചെയ്തുകൊണ്ട്, അല്ലെ വയലേറ്റ് ചെയ്തുകൊണ്ട്, മൊത്തത്തിൽ നള്ളിഫൈ ചെയ്തുകൊണ്ട് ഒരു പൊസിഷൻ സെൻട്രൽ ഗവൺമെൻറ് എടുക്കുകയാണ്. അതിനെ അത്രയും ശക്തമായി എതിർക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയെ ഈ രാജ്യത്ത് ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അതിപ്പം ഇവിടെ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞല്ലോ, അറിയാതെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇത് പാടിപ്പോയി എന്ന് പറഞ്ഞല്ലോ. മഞ്ജുളാകത്തിനും അറിയാം, എനിക്കും അറിയാം. അതിനു മുമ്പ് നടന്നത് ഗവർണർ ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്ത അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന തമിഴ്നാട്ടിലെ സത്യപ്രതിജ്ഞയായിരുന്നു. അന്നിത് പൂർണ്ണ രൂപത്തിൽ പാടിയപ്പം നമ്മൾ വിമർശനം ഉന്നയിച്ചതാണ്. അപ്പോൾ അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സിസ്റ്റത്തിനോ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ രാഷ്ട്രീയ സംവിധാനത്തിനോ, അന്ന് മുഖ്യമന്ത്രി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല, ആ സംവിധാനത്തിനോ ഈ കാര്യം പറ്റില്ല എന്ന് വ്യക്തമായി പറയാമായിരുന്നു. നോക്കൂ, സ്റ്റേജിൽ ആളെ കയറ്റാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായം ഗവർണർ ഓഫീസ് പറഞ്ഞു. അതെങ്ങനെയാണ് അദ്ദേഹം ഡൈല്യൂട്ട് ചെയ്തത്? അപ്പോൾ മഞ്ജുള മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ ഇതിനു മുമ്പ് തന്നെ കുറച്ച് ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. എന്താണ്? സ്റ്റേജെ കയറ്റാൻ പറ്റില്ല, അപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, രാഹുൽ ഗാന്ധിയെ വി ഡി സതീശൻ സ്റ്റേജെ കയറ്റിയേ മതിയാവും. അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യപ്പെട്ട ഒരു പൊസിഷൻ അന്ന് എടുത്തു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം. അല്ലെങ്കിൽ ഗവർണർ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തൊരു വിഷയത്തിൽ എന്തിനാണ് അദ്ദേഹം ഡൈല്യൂട്ട് ചെയ്തത് പിന്നീട് ആ പോയിന്റ്? അപ്പോൾ ഡൈല്യൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്ത് ചർച്ചയാണ് നടന്നത്? ഇവർ കയറാൻ തീരുമാനിച്ചത് എങ്ങനെയാണ്? ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. നമ്മൾ എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്നും ആരാണ് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാവും. തീർച്ചയായും വ്യക്തമാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിലേക്ക് തന്നെ നമ്മൾ എത്തുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം മുൻ MLA, ആലപ്പുഴയിലെ മുൻ MLA ശ്രീ PP ചിത്തരഞ്ജൻ കൂടിയുണ്ട്. ഈ പ്രളയത്തിന് പ്രത്യേകിച്ച് ഈ കടലിൻ്റെ മക്കൾ വലിയ ദുരിതം അനുഭവിക്കുന്ന മേഖലകളിലാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ടെലിഫോണിൽ അവിടെ നിന്നും ചേരുന്നത്. ശ്രീ PP ചിത്തരഞ്ജൻ, വലിയ ദുരിതമാണ് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളോട്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു വാക്ക്, ഈ മത്സ്യമേഖല മീൻസ് കടൽപ്പുറമാണല്ലോ. ഞാൻ ആ വാക്കുകൾ കേട്ടതിന് ശേഷം ഞാൻ PP ചിത്തരഞ്ജനിലേക്ക് എത്താം. PP ചിത്തരഞ്ജൻ ദയവായും തുടരൂ. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ഒന്ന് കേൾക്കാം. ഒപ്പം പ്രതിപക്ഷ നേതാവ്. ഞാൻ അതൊക്കെ ചെയ്യാൻ ഇതൊക്കെ നമുക്കറിയാമല്ലോ, തീരപ്രദേശത്ത് പഴയ മുഖ്യമന്ത്രി പോയത് ഓർമ്മയുണ്ടല്ലോ, അത് നമുക്കറിയാമല്ലോ. തീരപ്രദേശത്ത് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ അതൊക്കെ ചെയ്യാൻ ഇതൊക്കെ നമുക്കറിയാമല്ലോ. തീരപ്രദേശത്ത് പഴയ മുഖ്യമന്ത്രി പോയത് ഓർമ്മയുണ്ടല്ലോ, അത് നമുക്കറിയാമല്ലോ. തീരപ്രദേശത്ത് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ കൂടി. ജോലിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, വരുമാനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കുറേ ആളുകൾ അപകടത്തിൽപ്പെട്ട് കഴിയുന്നു. ആ അപകടത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കണം, അത് എൻ്റെ സഹോദരനാണ് എന്ന ചിന്തയോടെയാണ് മത്സ്യത്തൊഴിലാളികൾ ചാടിയിറങ്ങിയത്. നിങ്ങൾക്ക് ഈ കേരളത്തിലെ ധീരരായ മത്സ്യത്തൊഴിലാളികൾക്ക് കേരളത്തിൻ്റെതായ ബിഗ് സല്യൂട്ട് ഞാൻ ഈ ഘട്ടത്തിൽ അർപ്പിക്കുക. ഇത് അന്നത്തെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പേര് പിണറായി വിജയൻ പറഞ്ഞതാണ്. കേരളത്തിൻ്റെ സൈന്യം മത്സ്യത്തൊഴിലാളികൾ അന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് നാം ആദ്യം കേട്ടത്. PP ചിത്തരഞ്ജൻ, തീരപ്രദേശമാണല്ലോ അവിടെ വന്നാൽ എന്ന് പറഞ്ഞ് നിർത്തുക വഴി എന്താണ് VD സതീശൻ മുമ്പോട്ട് വെച്ചത്? താങ്കൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? ആ മേഖലയെ ഇപ്പോഴും തൊട്ടറിഞ്ഞ് അവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗഭാക്കായി തുടരുന്ന ആളാണ് താങ്കൾ. അത്യന്തം വേദനാജനകമായ ഒരു പരാമർശമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. തീരദേശത്തെ ജനത ഏതോ ഭീകരവാദിയാണ് എന്ന് തോന്നുന്ന നിലയിൽ, അല്ലെങ്കിൽ തീരദേശത്ത് ചെന്നാൽ എന്തോ കുഴപ്പമുണ്ടാകും, അല്ലെങ്കിൽ അവിടെയുള്ളവർ കുഴപ്പമുണ്ടാക്കുന്നവരാണെന്നുള്ള ധ്വനിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. നിങ്ങളൊന്ന് ആലോചിക്കൂ,
കഴിഞ്ഞ 10 ദിവസക്കാലത്തിനുള്ളിൽ 11 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതിനകത്ത് 7 പേരെയാണ് മൃതദേഹം കിട്ടിയത്. ഇനിയും 4 പേരുടെ മൃതദേഹം പോലും കിട്ടിയിട്ടില്ല. ഞാനിന്നിപ്പോ നീണ്ടകരയിലെ 26 വയസ്സ് പ്രായമുള്ള ഗൗതം കൃഷ്ണ എന്ന് പറയുന്ന ഇനിയും തിരിച്ചു വരാത്ത ആ ചെറുപ്പക്കാരന്റെ വീട്ടിൽ എത്തുകയുണ്ടായി. സ്വന്തം പിതാവ്, അതുപോലെ തന്നെ അപ്പൂപ്പനായിട്ടുള്ള വ്യക്തി, 2 പേരും ഒന്നിച്ചു പണിക്ക് പോയതാണ്. അതിനകത്ത് അച്ഛൻ നഷ്ടപ്പെട്ടു, അപ്പൂപ്പൻ നഷ്ടപ്പെട്ടു, മകനാകും, ആ ചെറുമകനും വന്നിട്ടില്ല. അവരുടെ മാതാവിന്റെ ആ വിങ്ങിപ്പൊട്ടുന്ന നിലവിളി, അവരുടെ മാർത്തടിച്ചുള്ള ആ കരച്ചിൽ, ഇതെല്ലാം നമുക്ക് കണ്ട ഹൃദയഭേദകമാണ്. നിങ്ങളൊന്ന് ആലോചിക്കും, 3 പേരൊരു കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ ആ നഷ്ടപ്പെട്ട കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അതിനെത്തണ്ടേ ഭരണാധികാരികൾ? ഒരു മുഖ്യമന്ത്രി അതിനെങ്ങനെയാ കണ്ടത്? ഫിഷറീസ് മന്ത്രി ഇതുവരെ ഈ 11 കുടുംബങ്ങളാണ് 10 ദിവസത്തെ. അതാണ് ശ്രീ പി പി ചിദംബരം എൻ്റെ സംശയം കൂടിയാണ്. അതായത് മുൻ മുഖ്യമന്ത്രി പറഞ്ഞത് മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൻ്റെ സേനയാണ്, ബിഗ് സല്യൂട്ട് എന്ന്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറയുന്നു തീരദേശത്തെ പോയാൽ എന്തോ പ്രശ്നമാണ്, അവ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്തോ കുഴപ്പം ആണെന്ന് വെക്കുന്നു. ഇനി ഇതിൻ്റെ തുടർച്ചയായി കാണണം. ഫിഷറീസ് വകുപ്പ് മന്ത്രിയാണ് സാധാരണഗതിയിൽ ഈ മേഖലകളിൽ ഇത്തരത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇറങ്ങുന്നത്, മുൻകാലങ്ങളിൽ, നിങ്ങളുടെ കാലങ്ങളിലടക്കം, മുൻ UDF കാലങ്ങളിലടക്കം. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്നത് ഫിഷറീസ് മന്ത്രിയല്ല, അതായത് VD സതീശൻ ഇറക്കുന്നത് ഫിഷറീസ് മന്ത്രിയല്ല, CP ജോണിനെയും ഷിബു ബേബി ജോണിനെയൊക്കെയാണ്. ഇതൊക്കെ ഏതർത്ഥത്തിലാണ് കൂട്ടി വായിക്കേണ്ടത്? അതിൽ ഏറ്റവും ഒരു ഗൗരവമേറിയ കാര്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഫിഷറീസ് മന്ത്രിയെ ഈ വകുപ്പിന്റെ മന്ത്രിയായി തീരുമാനിച്ചതിന് ശേഷം ചില സമുദായ നേതാക്കൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ വിവാദം നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ഉയർത്തുകയുണ്ടായി. വിവാദപരമായ പരാമർശങ്ങൾ, അഭിപ്രായങ്ങൾ അവർ രേഖപ്പെടുത്തി. അന്ന് CI2 പ്രസ്ഥാനം, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CI2, അതിന്റെ ചുമതലപ്പെട്ട ഒരു പ്രവർത്തകരെന്നുള്ള നിലയിൽ ഞാനൊരു പ്രസ്താവന ഇറക്കി, ഞങ്ങളുടെ സംഘടന പ്രസ്താവന ഇറക്കി. ഞങ്ങൾ പറഞ്ഞു, ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഏത് സമുദായത്തിൽപ്പെട്ടവരാണ് എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ മീൻപിടുത്തക്കാർ, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും ഒരേ വഞ്ചിയിൽ പണിക്ക് പോണവരാണ്. തീരദേശം സൗഹാർദ്ദപരമായി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് മന്ത്രിയുടെ സമുദായമല്ല ഇവിടുത്തെ പ്രശ്നം. ഗവൺമെന്റിന്റെ നയവും മന്ത്രിയുടെ ഇടപെടലുമായിരിക്കും ഞങ്ങൾ പരാമർശിക്കും, ഞങ്ങൾ വീക്ഷിക്കുന്നത്, ഞങ്ങൾ അതിനെയാണ് കാണുന്നത്, അതല്ലാതെ സമുദായമല്ല എന്ന അഭിപ്രായമാണ് അന്ന് പ്രകടിപ്പിച്ചത്. അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ ഇന്നിപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അപകടകരമായ മറ്റൊരു ചിന്തയിലേക്ക് എത്തിക്കുകയാണ്. കാരണം ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂർ കടപ്പുറത്ത് പോകേണ്ടതാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പകരം തിരുവനന്തപുരം തീരത്താണെങ്കിൽ CP ജോൺ പോകണം, ഇപ്പുറത്ത് കൊല്ലത്താണെങ്കിൽ ഷിബു ബേബി ജോൺ പോകണം. ഈ ഫിഷറീസ് മന്ത്രി പോകണ്ട. ആ ഫിഷറീസ് മന്ത്രി പോയാൽ എന്തോ കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മതപരമായ അല്ലെങ്കിൽ സാമുദായികപരമായ ഒരു വേർതിരിവുണ്ടാക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഭയം, ആശങ്ക ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്താതെ പോകാൻ കഴിയില്ല. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ സൈന്യമെന്നാണ് വിശേഷിപ്പിച്ചത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അതിന് ഗവൺമെന്റ് ആ രക്ഷാപ്രവർത്തനമൊക്കെ കഴിഞ്ഞപ്പോ ഒരു വലിയൊരു തുക അതിൽ പങ്കെടുക്കാൻ വന്ന തൊഴിലാളികൾക്ക് നൽകുകയുണ്ടായി. അന്ന് ഞങ്ങൾ ഇതിനെക്കുറിച്ച് എല്ലാ സംഘടനയുടെയും പ്രതിനിധികളും ഞങ്ങൾ കൂടി ആലോചിച്ചു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, തൊഴിലാളികളുടെ അഭിപ്രായം ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട, നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് ഞങ്ങൾ പോയത്, ഞങ്ങൾ മറ്റൊന്നും ആലോചിച്ചിട്ടില്ല, ഞങ്ങൾക്ക് സാമ്പത്തികം വേണ്ട. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനെ കണ്ട് ഞങ്ങൾ ആ തന്ന തുക, പ്രഖ്യാപിച്ച തുക, അത് ഞങ്ങൾ തിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തവരാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹം. അങ്ങനെ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന, സ്വന്തം ജീവിതത്തെ പോലും ചിന്തിക്കാതെ നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി ചാടിപ്പുറപ്പെടുന്ന ഈ മത്സ്യത്തൊഴിലാളി സമൂഹത്തെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഏതാണ്ട് ഭീകരന്മാരെ കാണുന്ന പോലെ എന്തോ തീരദേശത്തുള്ള ആൾക്കാർ എന്തോ കുഴപ്പക്കാരാണ്, പ്രശ്നക്കാരാണ് എന്ന് തോന്നുന്ന നിലയിലേക്കുള്ള അഭിപ്രായ പ്രകടനം നടത്താൻ തയ്യാറായിട്ടുള്ളത്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ഒരു പ്രത്യേക കാഴ്ചപ്പാട് വരുത്താൻ ശ്രമിക്കുന്ന നിലയിൽ മന്ത്രിമാരെ തന്നെ തരംതിരിച്ച്
പല സ്ഥലങ്ങളിലും വിന്യസിക്കുന്ന നിലയിലേക്കുള്ള നടപടികൾ സ്വീകരിക്കുന്നത് എന്നുള്ളതും ഈ സന്ദർഭത്തിൽ കാണാതെ നമുക്ക് പോകാൻ കഴിയില്ല. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ PP ചിത്തരഞ്ജൻ. ഞാൻ മഞ്ചവിളാകത്തിലേക്ക് വരികയാണ്. അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്കും ശിവപ്രസാദിലേക്കും തിരിച്ചെത്താം. മഞ്ചവിളാകം കോൺഗ്രസ് വക്താവ്, അതാണ് സംഘപരിവാർ മനസ്സ്, സംഘപരിവാറിൻ്റെ രീതികൾ ഭരണത്തിൽ ഗോൾവർക്കറിൻ്റെ മുമ്പിൽ പണ്ട് MLA ആയിരുന്ന ഘട്ടത്തിൽ കുമ്പിട്ട് തിരികൊളുത്തി, ഇപ്പോൾ ഭരണത്തിലും അത് കലർത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് കേവലമായ ഒന്നല്ല, ആഴത്തിലുള്ളതാണ് എന്ന് ബോധ്യമാകുന്നതാണ് ഈ മത്സ്യത്തൊഴിലാളികളോടും തീരദേശത്തോടും കാണിക്കുന്ന അവഗണനയും വേർതിരിവും. അതാണ് ശ്രീ PP ചിത്തരഞ്ജൻ വരച്ചിട്ടത്. നോക്കൂ, ഇവിടെ ഉണ്ടായ ഈ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ മഴക്കെടുതി, ഇത് ഇവിടെ മുൻ മുഖ്യമന്ത്രിയുടെയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെയും പരാമർശങ്ങൾ കാണിക്കുകയുണ്ടായി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ കഴിഞ്ഞ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഈ ദുരിതങ്ങൾ ഉണ്ടായപ്പോ അവിടെ നിങ്ങൾ അത്ര ക്രിയാത്മകമായി ഇടപെട്ടുവെങ്കിൽ കോസ്റ്റൽ ഏരിയയിലെല്ലാം നിങ്ങൾ ആ രീതിയിൽ സന്നദ്ധഭടന്മാരായിരുന്നുവെങ്കിൽ അവിടെയെല്ലാം നിങ്ങൾക്ക് ആ രീതിയിലുള്ള വോട്ടവകാശം കിട്ടേണ്ടതല്ലേ? അവിടെയുള്ള MLA ചിത്തരഞ്ജൻ ഉൾപ്പെടെ ജയിച്ചു വരേണ്ടതല്ലേ? കോവളം ഉൾപ്പെടെ, ആലപ്പുഴ ഉൾപ്പെടെ ജയിച്ചു വരേണ്ടതല്ലേ? അവിടെ ദുരിതമായിരുന്നു ശ്രീ അജിം ഷാ. പിന്നെ ഈ സർക്കാർ രാഹുൽ ഗാന്ധി തോറ്റതോ, മോദി തുടർച്ചയായി ജയിക്കുന്നതോ, നിങ്ങൾ 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്നതോ, ആ ജയത്തെ ഒന്നും കാണുന്നത് ഒരു പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല ഇത്. ഞാൻ ചോദിച്ചത് കാതലായ വിഷയമാണ്. വർഗീയവൽക്കരണം, സംഘപരിവാർ വൽക്കരണം, ഈ ഭരണത്തിൽ കാട്ടുന്ന ക്രമക്കേടുകളൊക്കെ താങ്കൾ നേരത്തെ പറഞ്ഞ വാദങ്ങളെ ഒക്കെ M ശിവപ്രസാദും അഡ്വക്കേറ്റ് ലാൽകുമാറും ഖണ്ഡിച്ചു, വെട്ടി. കാരണം അവർ പറയാത്ത, കേന്ദ്ര സർക്കാരോ ബില്ലോ നിയമമോ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ നിഷ്കർഷിച്ചു? ചോദ്യം നമ്പർ 1. നമ്പർ 2, എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ VD സവർക്കർ ഏറ്റവും മഹത്വവൽക്കരിക്കുന്ന ആളായി നിങ്ങൾ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്? ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാരുടെ ശിക്ഷ ഏറ്റുവാങ്ങിയ മഹാനായി എങ്ങനെയാണ് VD സവർക്കറെ നിങ്ങൾ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്? ഇതൊക്കെ കൂട്ടിവായിക്കണം. അതൊക്കെയാണ് അവർ പറഞ്ഞത്. അതുകൂടി താങ്കളുടെ പ്രതികരണത്തിൽ ആഡ് ചെയ്യാം. നിങ്ങൾ 4 പേർ ഒരു ഭാഗത്താണ്, ഞാൻ ഒരാളാണ്. ഇപ്പൊ 4 പേർ സംസാരിച്ച സമയം എനിക്ക് തരണ്ട. ഒരാൾ ചിത്രഞ്ജൻ ഉൾപ്പെടെ, നിങ്ങൾ പിന്നെ ആങ്കർ ഉൾപ്പെടെ, എനിക്ക് നിങ്ങൾ 4 പേർ സംസാരിച്ച സമയം വേണ്ട. എനിക്ക് ഒരു 2 മിനിറ്റ് മതി. ഞാൻ പറയുന്നത്, ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ തന്നെ മരിച്ച ആളുകൾക്ക് 8 ലക്ഷം രൂപ പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. വീട്ടിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ, അതെല്ലാവർക്കും. മുമ്പൊക്കെ ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ വേണ്ട. സംസ്കാരം നടത്തുന്നവർക്ക് 10,000 രൂപ. വീട് ഡാമേജ് ആകുന്നതിന് മുമ്പ് 2 ലക്ഷം 4 ലക്ഷമായിരുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് കൊടുത്തത്, അത് 6 ലക്ഷമാക്കി. വീടും സ്ഥലവും നഷ്ടപ്പെട്ടത് 10 ലക്ഷമായിരുന്നത് 12 ലക്ഷം രൂപയായി. ഒരു കുടുംബത്തിലെ 2 പേർക്ക് 300 രൂപ. ഇതൊന്നും മാത്രമല്ല, ഇന്ന് വരെ ചരിത്രത്തിൽ ഒരു വെള്ളപ്പൊക്ക ദുരിതാശ്വാസമായി കടകൾക്ക്, പാവപ്പെട്ട വ്യാപാരികൾക്ക്, കച്ചവടക്കാർക്ക് അവരുടെ കട മുഴുവൻ വെള്ളപ്പൊക്കത്തിൽ ആയാൽ അതൊന്ന് കഴുകി ഇറക്കാൻ പോലും പണം കൊടുത്തിരുന്നില്ലെങ്കിൽ 10,000 രൂപ അവർക്ക് കൊടുക്കാൻ തീരുമാനമായി തുടങ്ങി. അത് മാത്രവുമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് പത്രസമ്മേളനത്തിൽ നിങ്ങൾ കണ്ടിരിക്കും, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഈ വെള്ളപ്പൊക്കം കേരളത്തിന്റെ ഒരു ശാപമായി മാറിയിരിക്കുന്നു. അത് സർക്കാരിന്റെ മാറ്റം അനുസരിച്ചല്ല, എല്ലാ കാലങ്ങളിലും എല്ലാ വർഷവും ദുരിതമായി മാറും. അതിനെ ഡിസാസ്റ്റർ മാനേജ്മെന്റിലൂടെ നദികളിലെ മുഴുവൻ മണലുകൾ മാറ്റിക്കൊണ്ട് ആ നദികൾ നിറഞ്ഞു കിടക്കുന്നു, വേസ്റ്റ് നിറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഡാമുകളിലെ മണല്. ഞാൻ ഇടപെടാത്തത് ഈ 4 പേരായി കൂട്ടുന്നത് കൊണ്ടാണ്. കാരണം ഫാക്ച്വൽ എറർ ഉള്ളത് കൊണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഇടപെടുകയാണ്. ഒന്ന് ഈ എക്കലും മണ്ണും ഒക്കെ മാറ്റുന്നതിനെതിരെ കേസിന് പോയത് ആരാണ് കേസിന് പോയത് മുമ്പ്? ഒന്ന് 2, ഡിസാസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു. അനുപമ IAS എന്നാണ് നിങ്ങൾ നിയമിച്ചത്? 6 ജില്ലകളിൽ ഡെപ്യൂട്ടി കളക്ടർമാരുണ്ടോ? ഇതിൻ്റെയൊക്കെ ക്രോഡീകരണം, മുന്നറിയിപ്പടക്കമുള്ള കാര്യങ്ങൾ പാളിയത് ബ്യൂറോക്രാറ്റിക് സംവിധാനത്തിൽ നിങ്ങൾ വരുത്തിയ വലിയ വീഴ്ചകൾ കൂടിയാണ്.
അത് കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസ് അടക്കം വലിയ വാർത്തകളായി നൽകിയതാണ്. ശ്രീ മഞ്ചവളാക, ഞാൻ തിരിച്ചെത്താം. എം ശിവപ്രസാദ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ശിവപ്രസാദിലേക്ക് എത്താം. ശിവപ്രസാദ് പറഞ്ഞു കോൺഗ്രസ് എള്ള് ഉടങ്ങി എണ്ണ പോലെയായി. കോൺഗ്രസിന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ശിവപ്രസാദ്. ഐ എം അഡ്മിറ്റിംഗ് യുവർ ഫാക്ട്സ്. ബട്ട് ഞാൻ ഒരു കാര്യം ശിവപ്രസാദിനോട് ചോദിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് BJP ഒന്ന് തടയാൻ, BJP ഒന്ന് വെല്ലുവിളിക്കാൻ, BJPക്ക് ഒരു BJPക്കെതിരെ ഒന്ന് ശബ്ദിക്കാൻ കോൺഗ്രസ് അല്ലാതെ ആരുണ്ട് രാജ്യത്ത്? ശിവപ്രസാദ് പറഞ്ഞു കോൺഗ്രസിന്റെ തകർച്ചയിൽ അത് ഞങ്ങൾ കാണുന്നുണ്ട് കേന്ദ്ര തലത്തിലൊക്കെ. വിരലെണ്ണാവുന്നവരാണെങ്കിൽ ഇടതെമ്പിമാർ തീർക്കുന്ന ആവേശത്തിന്റെ തീപ്പൊരികൾ ഞങ്ങൾ കാണുന്നു. പക്ഷെ കോൺഗ്രസിനെ ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ പോലും കണ്ടില്ല പല വിഷയത്തിലും. അയോധ്യ ക്ഷേത്രക്കൊള്ള എവിടെ പോയി? നിങ്ങൾ ശബരിമലയിൽ ഏതോ ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഓടി വന്നില്ലേ? രാഹുൽ ഗാന്ധി എവിടെ പോയി? അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ അടക്കം എണ്ണി പറയാം. 1992 മുതലുള്ളത്. അതിൽ ഈ ബുള്ളറ്റിന്റെ സമയം തികയില്ല. ശ്രീ മഞ്ചവളാകം, ഞാൻ തിരിച്ചെത്താം. മഞ്ചവളാകം ഞാൻ തിരിച്ചെത്താം. എം ശിവപ്രസാദ് മറുപടി. ഇതിൽ 2 ഭാഗങ്ങളായി മറുപടി വരാൻ അവസരം ആങ്കർ തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്തു എന്ന് തുടങ്ങുന്നതിൽ ഭംഗി എനിക്ക് തോന്നുന്നു. പ്രളയത്തെപ്പറ്റി അദ്ദേഹം ഒരു ഭാഗം പറഞ്ഞതിന് ആദ്യം ഒരു മറുപടി പറയുന്നുണ്ടാവും. കാരണം ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗം അതാണ്. ഞാൻ വളരെ ലളിതമായൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോൾ പ്രളയത്തിൻ്റെ കെടുതിയിലകപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാൻ പോകുന്ന ധനസഹായത്തിൻ്റെ കണക്കെല്ലാം ഇവിടെ നന്നായി വിശദീകരിച്ചു. നല്ല കാര്യം, അതിനകത്തൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഈ പ്രളയ ദുരന്തം എങ്ങനെ കേരളത്തിലുണ്ടായി അത് ചർച്ച ചെയ്യേണ്ട. നമ്മളിപ്പോൾ 2-3 ദിവസമായി തുടർച്ചയായ ചർച്ച ചെയ്യാണല്ലോ. കഴിഞ്ഞ മാസം 31-ാം തീയതി IMD പ്രഡിക്ഷൻ വന്ന ശേഷം കാര്യക്ഷമമായി ഇടപെടാൻ കേരളത്തിലൊരു ഭരണകൂടവും ഭരണകൂട സംവിധാനവും ദുരന്ത നിവാരണ അതോറിറ്റിയും അതിന് നേതൃത്വം കൊടുക്കാനൊരു മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നെങ്കിൽ റാന്നിയും കോന്നിയും ആറന്മുളയും മുങ്ങുമായിരുന്നോ? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേരളം ചോദിക്കുന്നത്. ഞാൻ ആലപ്പുഴക്കാരനാണ്. സഖാവ് PP ചിത്രൻ ഇവിടെ പറഞ്ഞു അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. ഞങ്ങളുടെ ആലപ്പുഴയുടെ ഹൃദയഭാഗമാണ് കുട്ടനാട്. ആ കുട്ടനാട് എങ്ങനെയാണ് മുങ്ങിയത് നിങ്ങൾക്കറിയോ? 2018 കേരളത്തിൽ പ്രളയത്തിൽ നിന്ന് എന്ത് ഇടതുപക്ഷം പഠിച്ചു എന്ന് നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നുണ്ടല്ലോ. ഇടതുപക്ഷം പഠിച്ച വലിയൊരു പാഠം കുട്ടനാട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭൂപ്രദേശം, സമുദ്രനിരപ്പിൽ താഴെ നിൽക്കുന്നൊരു ഭൂപ്രദേശം, ആ ഭൂപ്രദേശത്ത് കിഴക്കൻ വെള്ളം വന്നടിയുമ്പോൾ ആ കുട്ടനാട് മുങ്ങാതിരിക്കണമെങ്കിൽ തോട്ടപ്പള്ളി പുഴയിലൂടെ സമയബന്ധിതമായി ആ വെള്ളം കടലിലേക്ക് ഒഴുക്കി വിടണം. നിങ്ങൾ നോക്ക്, 2018 ശേഷം 19, 20, 21, 2025 വരെ എല്ലാ മഴക്കാലത്തിന് മുമ്പും ഈ പ്രളയം അല്ലെങ്കിൽ ജലനിരപ്പ് ഉയരുന്ന മഴ ശക്തിപ്പെടുന്നതിന് മുമ്പ് തോട്ടപ്പള്ളി പൊഴിമുറിച്ച് പൊഴിയുടെ വീതി കൂട്ടി ആ വെള്ളം കടലിലേക്ക് പോകാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കി എവിടെയായിരുന്നു സാർ നിങ്ങളുടെ ഗവൺമെൻറ്? ഇന്ന് കുട്ടനാട് പ്രളയ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, കുട്ടനാട്ടിലെ മനുഷ്യർക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ അത് ഈ കേരളത്തിലെ ഗവൺമെൻറ് സൃഷ്ടിച്ച കൃത്യവിലോപത്തിൻ്റെ ഇരയായി അവർക്കുണ്ടായ ദുരിതമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അത് ബോധ്യപ്പെട്ടിട്ട് വേണം കേരളത്തിലെ മനുഷ്യരോട് സംസാരിക്കാൻ. എന്തേ ആ കേരളത്തിലെ മുഖ്യമന്ത്രി കുട്ടനാട് MLA വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നത്? എന്തേ കേരളത്തിലെ മന്ത്രി കുട്ടനാട് MLA വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നത്? ഈ പാപഭാരം കൊണ്ടാണ് അവർ ഫോൺ എടുക്കാതിരുന്നത്. ആ കുട്ടനാടിനെ മുക്കിക്കൊല്ലാൻ വേണ്ടി അവിടെ കുട്ടനാട്ടിലെ ജനതയെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിൽ ആ പ്രളയത്തിൽ ആണ്ടുപോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ പൊഴിമുറിക്കാതിരുന്നതല്ലേ? അവിടെ എന്തേ ഇടപെടാതിരുന്നത്? അപ്പോൾ ഈ സമാനതകളില്ലാത്ത വീഴ്ചയെ മറച്ചു വെക്കാൻ നിങ്ങളിനി എന്തൊക്കെ ധനസഹായം കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഗവൺമെൻറ് ഈ പ്രളയത്തെ നേരിടുന്നതിൽ, മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീര് കാണുന്നതിൽ, സാധാരണപ്പെട്ട മനുഷ്യർ ഈ പ്രളയത്തിൽ അകപ്പെട്ടു പോകാതിരിക്കുന്നതിൽ ഒരു നടപടിയും സ്വീകരിക്കാത്തത് കൊണ്ടാണെന്ന് കേരളം ഒറ്റക്കെട്ടായി ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗമാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയൊരു ഭാഗം. കോൺഗ്രസ് അല്ലാതെ മറ്റാരാണ് ഈ BJP ഒന്ന് പിടിച്ചു കെട്ടാൻ രാജ്യത്ത് പ്രസംഗിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. വളരെ നല്ല ചോദ്യമാണ്. ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും അത് തന്നെയാണ് സാർ. ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും അത് തന്നെയാണ്. അങ്ങയുടെ തുറന്നു പറയുകയാണ്. ഈ BJPക്കെതിരെ രാജ്യത്തെ കോൺഗ്രസ് നേതാക്കന്മാരൊന്ന് വാതുറന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് ഒന്നിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ മിണ്ടാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെയല്ല. BJPയുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായി അർത്ഥവത്തായ രാഷ്ട്രീയം പങ്കുവെച്ച് പ്രസംഗിക്കുന്ന, രാഷ്ട്രീയം പറയുന്ന എത്ര കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ന് രാജ്യത്തുണ്ട്? ഉണ്ടോ ഒരാളെ പേര്? സംഘപരിവാർ അജണ്ടയ്ക്കെതിരായി സംസാരിക്കുന്ന, അധികാരത്തിന് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസ് BJPക്കെതിരെ മത്സരിക്കുന്ന കഥയല്ല ഞാൻ പറയുന്നത്.
നിങ്ങൾ ഏതെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസ് BJPക്കെതിരെ രാഷ്ട്രീയമായ മത്സരം നടത്തി അധികാരത്തിൽ തോറ്റുപോകുന്നതോ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതോ അല്ല ഞാൻ പറയുന്നത്. അടിസ്ഥാനപരമായി സംഘപരിവാരം ഉയർത്തുന്ന വർഗീയ രാഷ്ട്രീയത്തോട് നിങ്ങളുടെ പ്രതിരോധമെന്നാണ്. അതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിലെ ഗവൺമെൻറ്. കേരളം ആരാ ഭരിക്കുന്നത്? കേരളം ഭരിക്കുന്ന നിങ്ങളുടെ ഗവൺമെൻറ് ആണല്ലോ. 5 സംസ്ഥാനങ്ങളിലല്ലേ ഇന്ന് രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്നുള്ളൂ. 2008-ൽ 14 സംസ്ഥാനം ഭരിച്ചിരുന്ന കോൺഗ്രസ് ഇന്ന് 5 സംസ്ഥാനത്തല്ലേ ഭരിക്കുന്നുള്ളൂ. നിങ്ങൾ ക്ഷീണിച്ചതിനെ ഞാൻ പരിഹസിക്കുന്നില്ല. പക്ഷേ ഈ 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഈ 5 സംസ്ഥാനങ്ങളിലെങ്കിലും സംഘപരിവാറിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ സാർ? കോൺഗ്രസ് വർത്തമാനം പറയുന്നു എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ ഗവൺമെൻറ്, UDF ഗവൺമെൻറ് സംഘപരിവാറിനെതിരെ ഒന്ന് ഉറക്ക കരയുന്ന ഒരു സന്ദർഭം ഈ 2 മാസത്തേക്ക് കാണിച്ചു തരാറുണ്ട്. ഒറ്റ സന്ദർഭം കാണിച്ചത് ഞാൻ നിശബ്ദമായിരുന്നേക്കാം. നിങ്ങൾ ഒറ്റ സന്ദർഭം കാണിച്ചാൽ ഞാൻ ഒരു വീണ്ട പട്ടിക ഒന്നും വായിക്കുന്നില്ല. ഈ സമയം ഒരുപാട് അതിക്രമിച്ചതുകൊണ്ട് 10 കാര്യം ഞാൻ പറയാം വളരെ ചുരുക്കി. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിരിക്കുന്നത് 1-ാം നമ്പർ സംഘപരിവാർ അനുഭാവി മറുനാടൻ മലയാളിലെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ. ഈ കേരളത്തിൽ അറ്റോർണി ജനറലായി നിയമിക്കപ്പെട്ടത് മുൻ ഗവർണറുടെ നിയമോപദേശകൻ ജാബു ബാബു. ആരാ? മുൻ ഗവർണറുടെ നിയമോപദേശകൻ. B. അശോക് നല്ല 1-ാം തരം സംഘപരിവാറുകാരൻ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരിക്കുന്നു. MG സർവകലാശാല VC ആയി സംഘപരിവാറിനെ വെച്ചു. ഒരു മിണ്ടാട്ടവും കേരളത്തിലെ ഗവൺമെൻറ്റില്ല. കാർഷിക സർവകലാശാലയിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഒരിഞ്ഞ കസേരയിൽ സംഘപരിവാറുകാരനെ കൊണ്ടിരുത്തി. ഒരു മിണ്ടാട്ടവും സംസ്ഥാന ഗവൺമെൻറ്റില്ല. MG സെനറ്റിലേക്ക് 19 BJP പ്രതിനിധികളെ കൊണ്ടിരുത്തി. ഒരു മിണ്ടാട്ടവും സംസ്ഥാന ഗവൺമെൻറ്റില്ല. RS ശശികുമാർ എന്ന നമ്പർ 1 കേരളത്തിലെ സർവകലാശാല കലക്കാൻ ഇറങ്ങുന്ന ആളെ 1-ാം നമ്പർ പേരുകാരനായി കേരള സർവകലാശാല സിൻഡിക്കേറ്റ് കൊണ്ട് ഉൾപ്പെടുത്തി. നിങ്ങൾക്കൊരു പരാതിയുമില്ല. ഇലക്ഷൻ കമ്മീഷന്റെ കമ്മീഷണറായി സംഘപരിവാറുകാരനെയാണ് വെച്ചതെന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട വക്താവെ, നിങ്ങളെപ്പോലെ മറ്റൊരു വക്താവ് കോഴിക്കോടുകാരൻ DK നിയാസ് ഒരക്ഷരം കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. ദേവസ്വം ലീഡറായി സംഘപരിവാറിനെക്കാരനെ കൊണ്ടുവച്ചു. നിങ്ങൾക്ക് മാറ്റേണ്ടി വന്നില്ലേ? ABP കാരനെ കേരളത്തിലെ ഹൈക്കോടതി പീഡറായി കൊണ്ടുവച്ചില്ലേ? നിങ്ങൾക്ക് മാറ്റേണ്ടി വന്നില്ല. 10 നിയമനങ്ങളാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ നടന്നത്. ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ച് കേരളം കേൾക്കണം. ലീഗ് സ്വീകരിക്കുന്ന സമീപനം എങ്ങനെ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ കഴിയും? എന്തായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ പ്രചരണം? അധികാരം അങ്ങോട്ട് കൈ കിട്ടിയാൽ കേരളത്തിലെ സംഘപരിവാരത്തെയാകെ ഞങ്ങൾ പൂട്ടിക്കെട്ടി ഡൽഹിക്ക് തിരിച്ചയക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗ് മത്സരിച്ചത്. അധികാരം കിട്ടി ലീഗ് എന്തേ മിണ്ടാതിരിക്കുന്നത്? 21 MLA-മാരുള്ള ലീഗിന് VD സതീശൻ്റെ അടുക്കളപ്പുറത്ത് ഈ 2 മാസത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും സ്ഥാനം കിട്ടി നിങ്ങളുണ്ട്? ഞാൻ വളരെ ന്യായം വെച്ച് നോക്കി. സാധാരണ കേരളത്തിൽ UDF അധികാരത്തിലെത്തിയാൽ എല്ലാ ക്യാമറ കണ്ണുകളും പാണക്കാട് തറവാട്ടിലേക്കാണ്. ഈ 2 മാസത്തിനിടയ്ക്ക് അങ്ങനെ ഒരു ദൃശ്യം ഈ കേരളത്തിൽ കാണുന്നുണ്ടോ? ലീഗിനൊരു പങ്കാളിത്തവും ഈ ഭരണത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ലീഗ് നിശബ്ദമായി ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ അജണ്ടയെ പ്രത്യക്ഷമായും പരോക്ഷമായും അധികാരത്തിൻ്റെ പങ്കുവെപ്പിന് വേണ്ടി പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു അഭ്യർത്ഥന കോൺഗ്രസിൻ്റെ വക്താവിനോടുണ്ട്. കാസർഗോഡ് ജില്ലയുടെ ചുമതലയാണ് ശ്രീ KM ഷാജിക്ക് എന്നാണ് എൻ്റെ അറിവ്. കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് KM ഷാജിയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി അറബിക്കടലിൻ്റെ തീരത്തെവിടെയെങ്കിലും ഒരുക്കാനൊരു ജാഗ്രത കേരളത്തിലെ UDF ഗവൺമെൻറ് കാണിക്കണം. അതാകുമ്പോൾ വന്ദേ മാതരം മുഴുവനായി ആ വേദിയിൽ പാടി കേട്ട് KM ഷാജിക്ക് നേരെ PM ശ്രീയുമായി അറബിക്കടലിലേക്ക് ചാടി ഓടി രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു അവസരം കേരളത്തിലെ UDF ഗവൺമെൻറ് KM ഷാജി പോലുള്ള ലീഗ് നേതാക്കന്മാർക്ക് ചെയ്തു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. എവിടെയാ ലീഗ്? എവിടെ ലീഗിൻ്റെ പ്രത്യയശാസ്ത്രം? എവിടെ ലീഗിൻ്റെ ആശയം? നിങ്ങളിവിടെ പറഞ്ഞല്ലോ ചീഫ് സെക്രട്ടറി ഉത്തരവ് അതുപോലെ മുന്നോട്ട് കൊടുക്കാമെന്ന്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം, ഒരുപാട് ഉദാഹരണം ഒന്നും പോകുന്നില്ല. പ്രിയപ്പെട്ട ലാൽകുമാർ ഇവിടെ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ വർഷവും അതിന് മുമ്പ് വർഷവും ഒരു ഉത്തരവ് സംസ്ഥാന ഗവൺമെൻറ് മേൽ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും സർവകലാശാലയിലേക്കും അയച്ചിരുന്നു. എന്താ ഉത്തരവെന്നറിയുമോ? വിഭജന ഭീതി ദിവസം ഓഗസ്റ്റ് 14-ാം തീയതി ആചരിക്കണം എന്ന് സംസ്ഥാന ഗവൺമെൻറ് മൈൻഡ് ചെയ്യാതിരുന്നിട്ട് അവസാനം ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് സർവകലാശാലയ്ക്ക് കത്തയക്കേണ്ടി വന്നു. ആർക്ക്? ഈ പറയുന്ന കേരളത്തിലെ ഗവർണർക്ക്. അന്ന് ചീഫ് സെക്രട്ടറി കത്തയച്ചില്ലല്ലോ. അന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കത്തുണ്ടായിരുന്നല്ലോ. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ആയിരുന്നപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് എന്ത് തിട്ടൂരം വന്നാലും അത് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയാത്തതാണെങ്കിൽ, രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കെതിരാണെങ്കിൽ അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് ആർജവത്തോടെ പറഞ്ഞതാണ് കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ 10 വർഷക്കാലം നമ്മൾ കണ്ടതെങ്കിൽ, ആ ആർജവം നഷ്ടപ്പെട്ട് സംഘപരിവാർ എന്തു പറയുന്നു? ആ പറയുന്നത് അക്ഷരം പ്രതി വിന നടപ്പിലാക്കുന്ന ഒരു UDF ഗവൺമെൻറ്റിനെ കേരളം കാണുമ്പോഴാണ് വ്യത്യാസവും താരതമ്യവും കേരളത്തിൽ ജനങ്ങൾ നടത്തുന്നത്. നിങ്ങൾ സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെടുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ മുഴുവൻ രാഷ്ട്രീയ ആശയങ്ങളും സംഘപരിവാറിന് മുന്നിൽ കീഴ്വെക്കണം. ഒറ്റ കാര്യം മാത്രം ഞാൻ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തി നിങ്ങളെന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വന്ദേമാതരത്തിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾ പറയുമ്പോൾ 1937 കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ 12 വരി, മൊത്തം 27 വരിയാണ്, 13 മുതൽ 27 വരെയുള്ള വരികൾ ഒഴിവാക്കി 1 മുതൽ 12 വരെയുള്ള വരി മാത്രം പാടിയാൽ മതി എന്ന് തീരുമാനിച്ച പ്രധാനപ്പെട്ട 5 പേരുടെ പേര് കോൺഗ്രസ് പ്രതിനിധിയാണെന്ന് ഓർമ്മിപ്പിക്കാം.
ആ ചർച്ചയിൽ പ്രധാനപ്പെട്ട 5 പേരുണ്ടായിരുന്നു. ഒന്ന് സാക്ഷാൽ മഹാത്മാഗാന്ധി, കോൺഗ്രസിന് ഊടുംപാവും നെയ്ത മഹാനായ നേതാവ്, രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ്. മറ്റൊന്ന് നെഹ്റു, കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. നമ്മുടെ പ്രിയപ്പെട്ട രാജേന്ദ്ര പ്രസാദ്, പട്ടേൽ, ഒപ്പം കൃപാലിനി, ഒപ്പം ടാഗൂർ. ഇങ്ങനെ 5-6 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ, കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനമാണ് വന്ദേ മാതരത്തിൽ ദേശഭക്തി ഗാനം ഉൾപ്പെടുന്ന, ദേശഭക്തിയെ ഉദ്ഘോഷിക്കുന്ന ആദ്യത്തെ 12 വരികൾ മാത്രം ഉൾപ്പെടുത്തുകയും ബാക്കി ഒഴിവാക്കുകയും ചെയ്ത് മാത്രം ഞങ്ങൾ ആലപിച്ചാൽ മതി. ഇതേ തീരുമാനമാണ് 1950 ജനുവരി മാസം 24-ാം തീയതി ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിർദ്ദേശമായി വന്നത്. ആ നിർദ്ദേശപ്രകാരമാണ് വന്ദേ മാതരത്തിൻ്റെ 1 മുതൽ 12 വരി കേരളത്തിലും രാജ്യത്തുമെമ്പാടും ദേശഭക്തി ഗാനമായി ആലപിക്കാൻ രാജ്യം തീരുമാനിച്ചത്. അവിടെ കോൺഗ്രസിൻ്റെ പരമോന്നതരായ നേതാക്കന്മാർ സ്വീകരിച്ച നിലപാടിലാണ് സാർ വി ഡി സതീശൻ എന്ന കോൺഗ്രസ്സുകാരനെന്ന് ഇപ്പോൾ വിളിക്കാൻ കഴിയുന്ന നേതാവ് വെള്ളം ചേർത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ഉറക്കെ കരയണ്ടേ? ഞങ്ങൾ മാത്രം പ്രതികരിച്ചാൽ മതിയോ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു പാരമ്പര്യമില്ലേ കോൺഗ്രസിന്റെ വക്താവേ? നിങ്ങളുടെ പാരമ്പര്യം എന്താ? ഈ വന്ദേ മാതരത്തിന്റെ കോൺഗ്രസിന്റെ അത് പഠിക്കേണ്ടതുണ്ട്. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്നാണ് പറയുന്നത്. ശ്രീ അഡ്വക്കേറ്റ് എൽ ലാൽകുമാർ, നേരത്തെ താങ്കൾ അത് സൂചിപ്പിച്ചു അതിൻ്റെ ആമുഖമായി. പക്ഷേ എല്ലാ കാര്യങ്ങളിലും തടസ്സമായി നിൽക്കുന്നത് മുൻ സർക്കാരാണെന്ന് രാഷ്ട്രീയമായി പറയുക, പിന്നീട് ലോക് ഭവനും രാഷ്ട്രപതിയും നിയമവും ഒക്കെ പറഞ്ഞ് സംഘപരിവാർ വൽക്കരണത്തിന് ന്യായീകരണം ചമയ്ക്കുക. ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന നിലയിൽ ഏതൊക്കെ തരത്തിലാണ് വി ഡി സതീശൻ പറയുന്ന ഈ കാര്യങ്ങളെ കാണാനാകുന്നത്? അതിൻ്റെ ചില കാര്യങ്ങൾ ഉദാഹരണ സഹിതം എം ശിവപ്രസാദ് സൂചിപ്പിച്ചിരുന്നു മുൻ സർക്കാർ ചെയ്തു. ശ്രീ ലാൽകുമാർ. അല്ല, നിങ്ങൾ ഒരു രാജ്യത്ത് ഒരു എന്താ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ സെൻട്രലും സ്റ്റേറ്റുമായി എപ്പോഴും കോർഡിയലായിട്ടുള്ള റിലേഷൻഷിപ്പ് പോകണം എന്നൊരു മുഖ്യമന്ത്രി പറഞ്ഞാൽ അതിനെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ അടിസ്ഥാനപരമായി ഇവിടെ സംഭവിക്കുന്നൊരു വിഷയം കോർഡിയലായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലൈനിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയമല്ല. സംഘപരിവാറിൻ്റെ ആശയം, ഭരണഘടനാ വിരുദ്ധമായ ആശയങ്ങൾ അവർ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറാക്കി നമ്മളൊരു ഇൻഡാസാക്കി ഇങ്ങോട്ട് അയച്ചു തരുമ്പം അത് പ്രാബല്യത്തിൽ വരുത്തുക ആണ് കോൺഗ്രസിൻ്റെ ഒരു സർക്കാർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അടിസ്ഥാനപരമായി നിങ്ങൾ നിലകൊണ്ടിരുന്ന രാഷ്ട്രീയം നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്ത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിന് അടിയറവ് പറഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ കെ സുരേന്ദ്രൻ, അന്ന് അദ്ദേഹമായിരുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 35 സീറ്റ് 35 25 അത്രയും സീറ്റ് കിട്ടും, നമ്മൾ കേരളം ഭരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ബാക്കി സീറ്റ് വരുന്നതെന്നുള്ള കാര്യത്തിൽ നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ്. കോൺഗ്രസിനെ വാങ്ങിക്കും എന്നൊക്കെയാണ് നമ്മൾ എൻ്റെ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വിമർശനം അതായിരുന്നു. നോക്കൂ, ഈ പ്രാവശ്യം കേരളത്തിൽ 3 സീറ്റ് മാത്രമേ BJPക്കുള്ളൂ. പക്ഷേ ഭരണം RSSൻ്റെ ഭരണമാണ് നടക്കുന്നത്. അത് ഞാൻ പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല. കാര്യം അത്രത്തോളം സംഘവൽക്കരിക്കപ്പെട്ട ഒരു സംവിധാനമായി ഇത് മാറി. കീ അപ്പോയിൻമെൻറ്റ്സ് എല്ലാം RSSനോടോ അല്ലെങ്കിൽ BJPയോടോ താല്പര്യമുള്ള ആൾക്കാർ. ഇതിനകത്ത് ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു വിമർശനം പോലും ഉന്നയിക്കാത്ത രീതിയിൽ മുഖ്യമന്ത്രി നിൽക്കുന്നു. മുസ്ലിം ലീഗിനകത്തൊക്കെ പല നേതാക്കന്മാർക്കും വലിയ അതൃപ്തി ഉണ്ടറിയോ, പക്ഷേ അവർക്ക് ശബ്ദം ഉയർത്താൻ കഴിയുന്നില്ല. കാര്യം വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിയെ അവിടെ അവരോധിക്കുന്നതിനകത്ത് ലീഗിൻ്റെ ഒരു വലിയ പങ്ക് അവർക്ക് തന്നെ അറിയാം, അത് ഒരു വിനയായി മാറി എന്ന് അറിയാം. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് വി ഡി സതീശൻ കോംപ്രമൈസ് ചെയ്തിരിക്കുന്നത്? കോൺഗ്രസ് കോംപ്രമൈസ് ചെയ്തതിനേക്കാട്ടിലും കൂടുതൽ വി ഡി സതീശൻ വ്യക്തിപരമായി കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അത് കോൺഗ്രസ്സിലുള്ളവർക്ക് പോലും, ഇപ്പോൾ മഞ്ജുളാത്തിനെ പോലുള്ള ആൾക്കാർക്ക് പോലും അത് സഹിക്കാൻ കഴിയുമോ? കാര്യം കോൺഗ്രസിൻ്റെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതൊന്ന്. രണ്ട്, താങ്കൾ നേരത്തെ സംസാരിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. ഞാൻ ആദ്യത്തെ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട വിഷയത്തിനെക്കുറിച്ച് സൂചിപ്പിച്ചു, അതിൻ്റെ ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു, അതിനകത്ത് എനിക്കൊന്നും ബാക്കി കിടപ്പില്ല. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പ്രളയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എടുത്തു നോക്കൂ. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് എന്നൊക്കെ പറഞ്ഞാൽ നോക്കൂ, ഒരു ജില്ലയുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആക്ടിനെ കുറിച്ച് നമുക്കെല്ലാം അറിയാമല്ലോ. മഞ്ജുളാത്തിന് നന്നായി അറിയാം, അദ്ദേഹം പ്രാക്ടീസിങ് ലോയറാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഇൻവോക്ക് ചെയ്യുന്നതിൻ്റെ പവർ ആർക്കുള്ളത്? ഡിസ്ട്രിക്ട് കളക്ടർക്കാണ്. ഡിസ്ട്രിക്ട് കളക്ടർ വലിയ അതോറിറ്റിയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം. നോക്കൂ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രളയം ഉണ്ടായിക്കഴിഞ്ഞ്, അല്ലെങ്കിൽ ഈ പറയുന്ന മഴയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞാണ് കളക്ടർമാരുടെ മീറ്റിംഗ് വിളിച്ചത് ഓൺലൈൻ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഓൺലൈനെ മീറ്റിംഗ് വിളിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം.
അർജൻറ്റായിട്ട് ജനറൽ അഡ്മിനിസ്ട്രേഷൻ വെച്ചാൽ പൊതുഭരണം കയ്യിലിരിക്കുന്ന ഒരാൾക്കല്ലേ ഇതിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റൂ? ആഭ്യന്തര വകുപ്പും മറ്റൊരു വകുപ്പുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പല വകുപ്പുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ ആ കോർഡിനേഷൻ നടത്തേണ്ടത് ആരാണ്? അത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹമാണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ കയ്യിലിരിക്കുന്ന ആൾ. അപ്പം അതൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം ഏതോ ഒരു വലിയ സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനവും അത് കഴിഞ്ഞ് മറ്റാരെയോ കാണാൻ പോവുകയും അവിടെ വലിയൊരു വിരുന്ന്, നമ്മൾ വിരുന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ആഹാരം കഴിക്കുന്ന ഒരു പ്രക്രിയ നമുക്കുണ്ട്. ഒരു വിരുന്നിന് പോയി ആഹാരം കഴിക്കുന്നത് മറ്റൊന്നാണ്. ഇത് അദ്ദേഹം അതിനെ ഞാനൊന്ന് ആഹാരം കഴിച്ചു പോയി എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. അതൊന്നും മലയാളി സമൂഹത്തിൻ്റെ അടുക്കൽ പോകുന്നൊരു വിഷയമല്ല. കാരണം നമ്മൾ ഒരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്ന രീതിയിലാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. നോക്കൂ, വിരുന്നൊരുക്കിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക്. വിരുന്നെന്ന് പറഞ്ഞാൽ ഒരു ആഘോഷത്തിൻ്റെ രീതിയാണ്. ആഘോഷിക്കേണ്ട സമയമാണോ ഇത്? മുൻ മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്ന അമേരിക്കയിലേക്ക് പോകേണ്ട കാര്യം അത്ര രൂക്ഷമായി നിന്ന സമയത്തും അദ്ദേഹം 19 ദിവസം മറ്റുമാണ് ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തത്. അദ്ദേഹം തിരുവനന്തപുരത്ത് തുടരുന്നതിന് കാര്യം എന്താ? ഓരോരുത്തരത്തേക്ക് പോവല്ല വേണ്ടത്. ഈ പല ജില്ലകളിൽ നടക്കുന്നതുകൊണ്ട് കോർഡിനേഷൻ പ്രോപ്പർ ആയതുകൊണ്ട് മുഖ്യമന്ത്രി തലസ്ഥാനത്തുണ്ടാകണം. അദ്ദേഹത്തിന് അതിന് മേളിൽ അദ്ദേഹം മറ്റെന്തൊക്കെയാണ് ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്നത്, മറ്റേതോ സ്ഥലത്തേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതിന് പകരം അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണ്? മുൻ മുഖ്യമന്ത്രി ആ സമയത്ത് ആഹാരം കഴിച്ചില്ല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതൊക്കെ ഈ മുട്ടാത്തർക്കം പറയുന്നുള്ളതല്ലാതെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി, ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസാസ്റ്ററിൻ്റെ മുന്നിൽ നിൽക്കുമ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജാണ്. നോക്കൂ, ന്യൂനതകളുണ്ടാകാം. ഇപ്പം കേരളത്തിൻ്റെ വി.ഡി. സതീശൻ വിചാരിച്ചാൽ പോലും എല്ലാ കോണുകളിലേക്കും കാര്യങ്ങൾ എത്തിക്കൊള്ളണമെന്നില്ല, സംരക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരാം. ഇതൊക്കെ നമ്മളുടെ മന്ത്രിസഭയുടെ സമയത്തും നടന്നിട്ടുണ്ടാകാം. പക്ഷെ അതിനൊക്കെ ഉപരി നിങ്ങൾ കൊടുക്കുന്ന ആ കസേരയിലിരിക്കുന്ന ആൾ കൊടുക്കുന്ന ഒരു മെസ്സേജുണ്ട്. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, എൻ്റെ സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട്, ഞാൻ പൂർണ്ണമായി ഇവിടെ കോർഡിനേറ്റ് ചെയ്യാൻ നിൽക്കുന്നു എന്ന് പറയുന്ന മെസ്സേജ് കൊടുക്കുന്നതിന് പകരം അദ്ദേഹം അവിടെ എന്തോ ഒരു വലിയ വില കൂടിയ മീൻ കഴിച്ചു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതാണ് മെയിൻ വാർത്ത തന്നെ. ഇത് എന്ത് മെസ്സേജാണ് മലയാളി സമൂഹത്തിന് കൊടുക്കുന്നത് എന്നുള്ളത് വലിയൊരു പ്രശ്നമല്ലേ? അതൊരു പ്രശ്നമായി തോന്നാത്ത ഒരു ഭരണം എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? അതിനെ മാത്രമല്ല, കോർഡിനേഷൻ വേണം. ഈ വാചകമടി മാത്രം പോരാ. അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതാണ് ശ്രീ ലാൽകുമാർ നിരീക്ഷിച്ചത്. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട്. സമയം കഴിഞ്ഞു. നോക്കൂ, ഈ ദുരിതത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇത്രയും പറഞ്ഞു. ഞാൻ ഒരു കാര്യം ഇപ്പോൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മുടെയൊക്കെ കേരളത്തിലെ മനസ്സാക്ഷി ഞെട്ടിപ്പിച്ച അല്ലെങ്കിൽ തലകുനിച്ച സംഭവമാണ് കണ്ണൂരിൽ രാജേഷ് എന്ന് പറയപ്പെടുന്ന ആ സാഹസികന്റെ ദുരന്തം. തിരുവനന്തപുരത്ത് കല്ലിയൂരാണ് വീട്. ആ മരണപ്പെട്ട ആ സാഹസികനെ പോലും മരണശേഷം പോലും മൃതദേഹത്തിനൊരു ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയുണ്ടായ നമ്മൾ ഇന്നലെയും ഇന്നും കണ്ടതാണ്. ആ തഹസീൽദാരെ ഇന്ന് സസ്പെൻഡ് ചെയ്ത ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. ഞാൻ എടുത്തു പറയാം. അതായത് ശരി, സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് താങ്കൾ അത് ഫോർവേഡ് ചെയ്തു. അതിന്റെ ഉദ്ദേശം മനസ്സിലായി. ലാൽകുമാർ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട്, അതായത് രാജേഷ് എന്ന അപരന് ജീവൻ നൽകി സ്വന്തം ജീവൻ പൊലിഞ്ഞ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതിന് കുറ്റം ആർക്കാണ് മഞ്ജുവിളാകം പറയുന്നത്? എന്തൊരു സസ്പെൻഷന് മുമ്പ് അതിന് റോൾ ഉണ്ടെന്നേ, റോൾ ഉണ്ടായിരുന്നു. ആ ആംബുലൻസ് ചാവക്കാട് വന്നപ്പോ എങ്ങനെയാണ് ഫ്രീസറുള്ള ആംബുലൻസ് വന്നത്? അതുവരെ വരാതിരുന്നത് എന്താണ്? ആ മനുഷ്യൻ വെള്ളത്തിനടിയിൽ കിടന്നതല്ലേ? ആ മൃതദേഹത്തെ ബന്ധുക്കൾക്ക് കാട്ടുന്നതിന് മുമ്പ് അതിന്റെ എല്ലാ വിധത്തിലുള്ള ആദരവ് നൽകേണ്ടതല്ലേ മഞ്ജുളാകം? എന്നിട്ട് അതൊന്നും കൊടുക്കാതിരുന്നിട്ട് ജീർണിച്ചു പോയെന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ താങ്കൾ പറയുകയാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് വലിയ കാര്യം പോലെ. ലാൽകുമാർ, ആഡ് ചെയ്യാനുണ്ടെങ്കിൽ സമയം കഴിഞ്ഞു, പ്ലീസ് പെട്ടെന്ന്. ഇപ്പൊ എത്ര ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാ ജയിലിൽ പോയത്? മഞ്ജുളാകം, പ്ലീസ് താങ്കളുടെ നിലപാട് ഫോർവേഡ് ചെയ്തു. പെട്ടെന്ന് ലാൽകുമാർ, സമയം പോയി. കോൺഗ്രസ് സർക്കാർ ജീവനക്കാരെ സംരക്ഷിക്കാത്ത സർക്കാരാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്താണ്? പറയില്ല, എനിക്കത് ഇഷ്ടമല്ല. ലാൽകുമാർ പെട്ടെന്ന്. ഇപ്പൊ നെയ്മോഷണ കേസിൽ പോലും പ്രതിയായിരിക്കും. അദ്ദേഹം സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ പറയില്ല. സംരക്ഷിക്കുന്ന അദ്ദേഹം സംസാരിക്കല്ലേ? ഓക്കെ ലാൽകുമാർ പെട്ടെന്ന്. അല്ല, ഞാൻ പറയുന്നത് ഒരു സാഹസികൻ അദ്ദേഹത്തിൻ്റെ ജീവൻ പൊലിയുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ബോഡി റിക്കവറി ചെയ്യുന്നിടം തൊട്ട് അദ്ദേഹം നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനമാണ്. അദ്ദേഹം നാടിനു വേണ്ടി ജീവൻ കൊടുത്ത ഒരാളാണ്. അവിടം തൊട്ട് ആ ബോഡി റെസ്പെക്ട് ചെയ്യപ്പെടേണ്ടതാണ്. അത് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്?
ആ ഉറപ്പ് വരുത്തേണ്ട ആൾക്കാർ ഉറപ്പ് വരുത്താതെ ഇത് ഈ നാടിന്റെ രാഷ്ട്രീയമാണെന്നേ അത് പറയുന്നത്. ഈ നാടിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടക്കുന്നത് ഇവിടുത്തെ മന്ത്രിയും മന്ത്രിസഭയും മുഖ്യമന്ത്രിയുമാണെന്നേ. അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഏതോ ഒരു വില്ലേജ് ഓഫീസറുടെയും തഹസിൽദാറുടെയും കാര്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് ഈ കാര്യങ്ങളൊക്കെ കതിരിന്മേൽ വളം വെക്കുന്ന രീതിയിലാണ്. ചെയ്തികളും അതെ, മറുപടികളും അതെ, കതിരിന്മേൽ വളം വെക്കുന്നത് പോലെയാണ് കോൺഗ്രസിൻ്റെത്. കോൺഗ്രസ് മാറൂ. ഈ വർഗീയ സംഘപരിവാർ വൽക്കരണത്തിലുള്ള താല്പര്യത്തിൻ്റെ ഒരു 4-1 ജനക്ഷേമത്തിൻ്റെ കാര്യത്തിലുണ്ടാകും. ആ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലും ആ പാവങ്ങളോട് കാണിക്കുന്ന ചതിവ് നമ്മൾ ചർച്ച ചെയ്ത് വരികയാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് ന്യൂസിലൂടെ പൂർണ്ണമാകുന്നു.